ലോകത്തിനേട്ട് തീ പെയ്യുകയാണ്. വളരട്ടെ നമ്മിൽ ക്രിസ്താനുരൂപ, തകരട്ടെ നമ്മിൽ ആദാനുരൂപം. പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, ആദാനുരൂപം തകർന്ന് ക്രിസ്താനുരൂപം നമ്മളിൽ ഓരോരുത്തരിലും കടന്നു വരിക എന്ന ദൈവ ഇഷ്ടം, അത് നാം മറന്നു പോകരുത് എന്ന് ഓർപ്പിക്കുകയാണ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിന്റെ ചിന്തകളുമായി കടന്നു വരുവാൻ തക്കവണ്ണം സ്വർഗത്തിൽ തന്ന സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം സംസാരിക്കട്ടെ. പ്രിയരെ, വളരെ മനുഷ്യരെ ചിന്തിപ്പിക്കുന്ന ഒരു സന്ദേശമാണ് സ്വർഗത്തിലെ നമുക്ക് തന്നുകൊണ്ടേയിരിക്കുന്നത്. വളരെ പ്രാധാന്യമേറിയത്. ഒരു എപ്പിസോഡ് ദേവദാസൻ എഴുതിയത് നിങ്ങളുടെ മുമ്പിൽ സന്ദേശത്തിൽ വായിച്ചു. വിപ്ലവകരമായ സന്ദേശമാണ്, പക്ഷെ എല്ലാം വചനാനുസൃതമാണ്. അതുകൊണ്ട് ഇതിനെ പിന്തുണച്ചല്ലേ പറ്റും. വചനാനുസൃതമായ സന്ദേശത്തെ എല്ലാം പിന്തുണയ്ക്കുന്നു. നിങ്ങൾ ദൈവത്തെയാണ് പിന്തുണയ്ക്കുന്നത്. പിന്തുണച്ചില്ലെങ്കിലോ വചനത്തിനെതിരെയാണ് നിൽക്കുന്നത്. തീരുമാനം നമുക്കാണ്. ഇഷ്ടമുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം. കാരണം ഈ ലോക ജീവിതം നമ്മുടെ പരീക്ഷയാണ്. ജീവനും മരണവും ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ള നമുക്ക് തിരഞ്ഞെടുക്കാം. എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്യുന്നേ. ഹല്ലേലൂയ. സത്യം നിങ്ങളെ അറിയിക്കുക. സ്വർഗത്തിലെ ദൈവം എന്നെ വെച്ചിരിക്കുന്നു. എന്റെ ജീവിത അസൈൻമെന്റ് ആണ്. എന്റെ യേശുവിന്റെയും എന്റെ തലയായ എന്റെ കർത്താവായ ദൈവപുത്രനായ നമ്മുടെ ഗുരുനാഥനായ നമ്മുടെ നായകനായ എന്റെ ഹീറോ ആയ യേശുവിന്റെ ശുശ്രൂഷാതായിരുന്നു. യേശു പീലാത്തോസിനോട് പറഞ്ഞു, സത്യത്തിന് സാക്ഷി നിൽക്കുവാനായിട്ടാണ് എന്നെ അയച്ചിരിക്കുന്നത്. പക്ഷെ എല്ലാവരും ആ വാക്കൊന്നും കേൾക്കത്തില്ല. യേശു തുടർന്നു, സത്യതാൽപരരായവർ എന്റെ വാക്കുകൾ കേൾക്കും. അപ്പോ ഈ ഒരു സന്ദേശം, സത്യം എന്താണ്, മാനവരാശിയെ കുറിച്ചുള്ള സത്യം എന്താണ്, എന്താണ് മാനവരാശിയെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം, അതിനെ തടയുന്ന പിശാചിന്റെ തന്ത്രം എന്താണ് എന്ന് സഹോദരങ്ങളെ അറിയിക്കുമ്പോൾ പലപ്പോഴും സഹോദരങ്ങൾ പലരും ശത്രുക്കളായി മാറും. പൗലോസും പറഞ്ഞല്ലോ, സത്യം നിങ്ങളെ അറിയിക്കുന്നത് കൊണ്ട് ഞാൻ നിങ്ങളുടെ ശത്രുവായി പോയ. അവർ നിങ്ങളെ കുറിച്ച് എരിവ് കാണിക്കുന്നത് നിങ്ങൾ അവരെ കുറിച്ച് എരിവ് കാണിക്കാനാണ്. നിങ്ങളെ പുറത്തിട്ട് അടച്ചു കളവാൻ അതിടയാവും. പുറത്തിട്ട് അടച്ച്, കാരണം അവസാനം ദൈവരാജ്യക്കാരത്തില്ല, പുറത്തു പോകും. സത്യമല്ല നാം മനസ്സിലാക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എന്നെയല്ല വിശ്വസിക്കേണ്ടത്, നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ വിശ്വസിക്കുക. അപ്പൊ അതിനെ ശ്രദ്ധിച്ചോളാം. ബൈബിളിൽ ധാരാളം, മലയാളം ബൈബിളിലും മറ്റു ബൈബിളിൽ ധാരാളം ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകളും. അത് മനസ്സിലാക്കാൻ ചില ദേവദാസന്മാരോട് ചോദിക്കും, ഞാൻ ഒറ്റ വ്യവസ്ഥയെ പറയുന്നത്, അകത്ത് ബൈബിൾ എഴുതിയ ദൈവാത്മാവ് അകത്തുണ്ടോ എങ്കിൽ ഇതിലെ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകൾ പെട്ടെന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ മനസ്സിലാകില്ല. അപ്പോ ധാരാളം ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകൾ പിശാച് മനുഷ്യനിലൂടെ ഇത് ചെയ്യിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ അറിവില്ലായ്മയിലൂടെ ഇത് ചെയ്യിച്ചിട്ടുണ്ട്. അപ്പോ അത് നാം മനസ്സിലാക്കി പ്രവർത്തിക്കണം. ബൈബിളിൽ ഒറ്റ സന്ദേശം. ആദ്യം മുതൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ബൈബിളിൽ ഒറ്റ സന്ദേശം. ആ സന്ദേശം മറച്ചു കളയാനാണ് പിശാച് ആഗ്രഹിക്കുന്നത്. അതാണ് ദൈവിഷ്ടം. എന്നാൽ ഈ നാളുകളിൽ അത് തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് നാം കടന്നു വരാം. ദൈവ ഇഷ്ടമാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. ദൈവ ഇഷ്ടത്തിന് മറ്റൊരു പേരാണ് കിങ്ഡം ഓഫ് ഗോഡ്. ദൈവത്തിന്റെ രാജ്യം, ദൈവത്തിന്റെ ആധിപത്യം. എങ്ങനെയാ ആധിപത്യം ഉണ്ടാകുന്നത്? തന്റെ ഇഷ്ടത്തിന്റെ കീഴിൽ നിൽക്കുന്ന ആ വ്യക്തിത്വങ്ങൾ ചേരുമ്പോഴാണ് തന്റെ ആധിപത്യം വരുന്നത്. കിങ്ഡം ഓഫ് ഗോഡ്. അതിനെ മറയ്ക്കുവാൻ ഒന്നിനെയും അനുവദിക്കരുത്. ഏറ്റവും പ്രാധാന്യമുള്ള ദൈവവും തന്റെ ഇഷ്ടവും. അതാണ് ദൈവരാജ്യം. ആ ഇഷ്ടത്തിന് കീഴ്പ്പെടുന്ന ജനം, ആ ഇഷ്ടത്തിന് കീഴ്പ്പെടുന്ന സൃഷ്ടി, ഇതാണ് ദൈവരാജ്യം. അപ്പോ ദൈവത്തെയും ദൈവത്തിന്റെ ഇഷ്ടത്തെ, ദ ഡൊമീനിയൻ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ഭരണം,
അതിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ക്രിസ്തു പറഞ്ഞു ഓർക്കുന്നുണ്ടോ? മുൻപേ അറിയാവുന്നത് ഫില്ല് ചെയ്ത് കിങ്ഡം ഓഫ് ഗോഡ്, ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ നിയമങ്ങളും അനുസരിക്കുക. അത് ആദ്യം ചെയ്യാം. ക്രിസ്തുവിന്റെ വാക്കുകളൊക്കെ പേള. ആ ക്രിസ്തുവിനെ നാം അനുഗമിക്കുക. ബൈബിൾ നമ്മൾ ആവശ്യപ്പെടുന്നു 22 പ്രാവശ്യം 4 സുവിശേഷങ്ങളിൽ മാത്രം ആവശ്യപ്പെടുന്നു, അനുഗമിക്കുക. അപ്പൊ ഈ നാളുകളില് നാം മനസ്സിലാക്കേണ്ട കാര്യം, പിശാചി തന്ത്രപൂർവ്വം അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ബൈബിളൊന്നും പറയാതെ ഒരു ആരാധന മാത്രമാക്കി മാറ്റി. കഴിഞ്ഞ സന്ദേശങ്ങൾ നമ്മൾ മനസ്സിലാക്കിയല്ലോ, ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ, അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണിത്. അപ്പോ അതിന്റെ ഇടയിലൂടെ ചോദ്യങ്ങൾക്ക് ഉത്തരവ് എല്ലാം വന്നുകൊണ്ടേയിരിക്കും. കാരണം ധാരാളം ചോദ്യങ്ങൾ ഉണ്ടാകും. തെറ്റിപ്പോയ അറിവില്ലാത്ത സഹോദരങ്ങൾക്ക് ചോദ്യം ഉണ്ടാകും. പക്ഷെ എത്ര മറുപടി പറഞ്ഞാലും ഒരിക്കലും മനസ്സിലാകാത്ത സഹോദരങ്ങൾക്കും ചോദ്യങ്ങളുണ്ടാകും. 2 ടൈപ്പാണ് പ്രധാനമായി ജനം. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ദൈവം എനിക്ക് തന്ന കൃപയ്ക്കൊത്തവണ്ണം നിങ്ങൾക്ക് പറഞ്ഞു തരുവാനായിട്ട്, കാര്യങ്ങൾ മനസ്സിലാക്കി തരുവാനായിട്ട് ആഗ്രഹിക്കുക. അപ്പോ വളരെ വിപ്ലവകരമായ ഒരു സന്ദേശമാണ്. കാരണം കഴിഞ്ഞ 6000 വർഷമായി പിശാച് വെച്ച് ദൈവത്തിന്റെ ഇഷ്ടത്തെ ഞാൻ അറിയിക്കത്തില്ല എന്ന് പറഞ്ഞ് കെട്ടിവെച്ച് അവൻ തന്ത്രങ്ങളിലൂടെ ജനത്തിൽ നിന്നും മറച്ച സന്ദേശത്തെയാണ് വെളിപ്പെടുത്തി തരുന്നത്. അപ്പൊ അവന്റെ തന്ത്രങ്ങളെ വെളിപ്പെടുത്തുമ്പോ അവന്റെ ഭാഗത്തു നിന്നുള്ള എതിരും, അവന്റെ ആളുകളുടെ ഭാഗത്തു നിന്നുള്ള എതിരും, അറിവില്ലാത്ത ആളുകളുടെ ഭാഗത്തു നിന്നുള്ള സംശയമൊക്കെ ഇവിടെ കടന്നു വരും. പ്രിയ സഹോദരങ്ങളെ, എന്തിരുന്നാലും സത്യത്തിന് സാക്ഷി നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ വിളിച്ചിരിക്കുക. അവിടെ സത്യത്തിന് എപ്പോഴും സാക്ഷി നിൽക്കണം. ആരെ പോലെ? യേശു ക്രിസ്തുവിനെ പോലെ. എന്താണ് സത്യം? പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അടുത്തിരിക്കുന്ന സഹോദരനോട് ചേർന്ന്, ചൂമിലുള്ളവർ അടുത്തിരിക്കുന്ന സഹോദരനോട് പറഞ്ഞു, എന്താണ് സത്യം? അറിയില്ല അല്ലെ? അങ്ങനെയല്ല. വചനം കേട്ട് മറന്നു പോകുന്നവരാകരുത്, അത് കേട്ട് നിലനിൽക്കുന്നവരായിരിക്കണം. സത്യം എന്ന് പറഞ്ഞാൽ, യേശു പറഞ്ഞു സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങൾ സ്വതന്ത്രമാണ്. സത്യം എന്ന് വെച്ചാൽ ഒറിജിനൽ ഇൻഫർമേഷൻ. പിതാവായ ദൈവത്തിന്റെ ഹൃദയത്തിൽ ഒരു കാര്യം ഉണ്ടാക്കിയപ്പോ അത് എന്തിനാണ്, എങ്ങനെയാണ് അതിന്റെ പ്രവർത്തനം, എന്താണ് ആ പിതാവിന്റെ ഹൃദയത്തിലെ ചിന്തയാണ് സത്യം. അത് നാം അറിയുമ്പോൾ നാം സ്വതന്ത്രരാണ്. ഹല്ലേലൂയ. അപ്പോ യേശു ക്രിസ്തു പീലാത്തോസിനോട് പറഞ്ഞ ആ ഭാഗം ഓൾറെഡി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. സത്യത്തിന് സാക്ഷി നിൽക്കാനാണ് ഞാൻ വന്നത്. സത്യ താല്പര്യരായവരെല്ലാം എന്റെ വാക്കിക്കുന്നത്. അപ്പൊ എല്ലാവരും ഈ സന്ദേശം ഏറ്റെടുക്കത്തില്ല. സത്യതാല്പര്യരായവർ മാത്രമേ ഏറ്റെടുക്കൂ. പിന്നെ ഞാൻ ദൈവവചനത്തിൽ ഇല്ലാത്ത എന്തെങ്കിലും നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കണം. പലപ്പോഴും പലരും ചൂണ്ടിക്കാണിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഇൻഡയറക്റ്റ് വേ ആയിട്ട് പറഞ്ഞിട്ട് അവരുടെ ചിന്തകൾ അതിലേക്ക് പറയും. മക്കളെ, അങ്ങനെയല്ല പറയേണ്ടത്. ഒരു ഇന്റർപ്രിട്ടേഷനും കൂടാത്ത, ഒരു വ്യാഖ്യാനവും വേണ്ടാത്ത വചനം, പ്ലെയിൻ ആയിട്ടുള്ള വേർഡ് നിങ്ങൾ കോട്ട് ചെയ്യണം. ലൈക്ക് ഗോഡ് ഈസ് സ്പിരിറ്റ്, ദൈവം ആത്മാവാണ്. പിന്നെ തർക്കിക്കാനൊന്നുമില്ല അതിന്. അങ്ങനെ അതിന് നമ്മൾ വ്യാഖ്യാനിക്കാൻ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോ നമ്മൾ അങ്ങനെയുള്ള വചനങ്ങൾ കോട്ട് ചെയ്യുക. അല്ലാതെ ഇൻഡയറക്റ്റ് വേർഡുകള് അവര് പറഞ്ഞല്ലോ ഇവര് പറഞ്ഞല്ലോ അങ്ങനെയല്ല, അപ്പൊ അങ്ങനെ ആയിരിക്കത്തില്ലേ. ഡയറക്റ്റ് വേർഡ് നിൽക്കുമ്പോൾ ആ ഡയറക്റ്റ് വേർഡിന് നിലകൊള്ളുക. അപ്പൊ ഡയറക്റ്റ് വേർഡിനെ പിന്നെ ഒന്നും ആരും എതിർക്കത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു വായിച്ചു നോക്കുക, അതിലൊന്നും ഇണയില്ലാതിരിക്കൽ. ശത്രുക്കളെല്ലാം കാണും. ഒരു വാക്യത്തിന് ശത്രു അപ്പുറത്ത് കിടക്കുന്നു. അങ്ങനെയല്ല, എല്ലാറ്റിനും ഇണയുണ്ട്. ഇണയില്ലാതെ വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ആ സാഹചര്യം മറ്റെന്തെങ്കിലും ആയിരിക്കും. ഈ പുസ്തകത്തിന്, ബൈബിളിന് ഒരൊറ്റ സന്ദേശമേ. ആ സന്ദേശമാണ് മനുഷ്യനെ കുറിച്ചുള്ള ദൈവ ഇഷ്ടം. ഇത് നാം മനസ്സിലാക്കാം. ഇതിന് തടസ്സമായി നിൽക്കുന്ന മറ്റ് സന്ദേശങ്ങളുണ്ട്, വളരെ ശ്രേഷ്ഠമായിട്ട് തോന്നും. അങ്ങനെ മറ്റ് സന്ദേശങ്ങളെ കൊണ്ട് ഇതിനെ തടയുകയാണ് പിശാച് ചെയ്യുന്നത്. അപ്പൊ ഈ നാളുകളിൽ ഈ സന്ദേശം പറയുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, പലരും ഞാൻ ഇതുവരെ കേട്ടിരിക്കുന്നത് യേശു ദൈവമാണ്, യേശുവിനെ ആരാധിക്കുക. അപ്പോ
വ്യക്തതയോടെ സഹോദരനോട് പറഞ്ഞു, ഈ പുസ്തകത്തിൽ എങ്ങും അത് പറഞ്ഞിട്ടില്ല. യേശു സ്വന്തമായിട്ട് പറഞ്ഞിട്ടില്ല. പിതാവായ ദൈവം അത് പറഞ്ഞിട്ടില്ല. പിതാവായ ദൈവം പറഞ്ഞു, ഇവൻ എന്റെ പ്രിയ പുത്രനാണ്, ഇവന് ചെവി കൊടുക്കുക, ഇവൻ പറയുന്നത് കേൾക്ക്. യേശു പറഞ്ഞത്, ഞാൻ പറഞ്ഞത് കേട്ട്, ഞാൻ ദൈവപുത്രനാണ്, ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ ചെയ്യേ. ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരൊക്കെയും പാറമേൽ അടിസ്ഥാനം ഇട്ട് വീട് പണി തുല്യനാണ്. എല്ലാം പിതാവും പറയുന്നത് യേശുവിനെ കേൾക്കാനാണ്, യേശുവും പറയുന്നത് യേശുവിനെ കേൾക്കാനാണ്. അപ്പോസ്തലന്മാര് പറയുന്നത്, ഇതാ മോശ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നെ പോലെ ഒരു പ്രവാചകൻ എഴുന്നേൽപ്പിച്ചു തരും, അവന്റെ വാക്ക് നിങ്ങൾ കേൾക്കണം. അവന്റെ വാക്ക് കേൾക്കണം. അവന്റെ വാക്ക് കേൾക്കാത്തവരെ ഛേദിച്ചു കളയും. അതായത് അവർ പുറത്തു പോകും, അവര് ദൈവ പദ്ധതിയിൽ നിന്ന് പുറത്തു പോകും. പുറത്തുപോയ തീപ്പേങ്ങ മാത്രം ബാക്കിയുള്ളൂ. അപ്പൊ അവന്റെ വാക്ക് കേൾക്കണം. ഇവരാരും പറഞ്ഞത് അവനെ ആരാധിക്കണമെന്നല്ല, അവന്റെ വാക്ക് കേൾക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്ക് ആ തെറ്റിപ്പോയ മണ്ഡലം മനസ്സിലാക്കി തിരികെ വരണം. അവിടെ കിടന്നുകൊണ്ട് മസിന് പിടിച്ചിട്ട് കൂടുതല് നമ്മൾ തെറ്റിപ്പോയിട്ട് കാര്യമില്ല. ഇത് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും, നല്ലൊരു പങ്കിലും ബുദ്ധിമുട്ടുള്ള. കാരണം ഇതുവരെ തങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ചിന്ത ബൈബിളിൽ ഇല്ല എന്ന ഭാഗം അപ്പോസ്തലന്മാർ ഇത് പറഞ്ഞിട്ടില്ല. ആദ്യ നൂറ്റാണ്ടിലെ നമ്മളുടെ ആ അപ്പോസ്തലന്മാരുടെ ക്രിസ്തീയ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചാൽ അവരാരും ഇത് ചെയ്തിട്ടില്ല. അവരെല്ലാം ഇതാ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവർ പിതാവിന്റെ അടുക്കലേക്കാണ് അവരുടെ കരങ്ങൾ എല്ലാം ഉയർത്തിയത്. ഇന്ന് അങ്ങനെയല്ല. ദുഷ്ടനായ പിശാച് ദൈവരാജ്യത്തെ ക്രിസ്തുവിനെ കൊണ്ട് തന്നെ ദൈവരാജ്യത്തെ മറയ്ക്കുന്ന ഒരു പദ്ധതിയാണ് അവൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് സഹോദരങ്ങൾ തിരിച്ചറിയാം. എന്റെ ദൈവ ഉദ്ദേശ പദ്ധതി എന്ന് പറയുന്നത് ദൈവ ഇഷ്ടത്തെ നിങ്ങളിലേക്ക് കാണിച്ചു തരിക, അതിനെ മറയ്ക്കുന്ന സന്ദേശങ്ങളെ നിങ്ങൾക്ക് എക്സ്പോസ് ചെയ്ത് തരിക, എന്നിട്ട് നിങ്ങളെ ദൈവ ഇഷ്ടത്തിലേക്ക് കൊണ്ടുവരും, ദൈവ ഇഷ്ടത്തിലേക്ക് കൊണ്ടുവരും. ആ ദൈവ ഇഷ്ടത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുത്ത് നിങ്ങളെ ദൈവ ഇഷ്ടം ചെയ്ത് സ്വർഗരാജ്യം അവകാശമാക്കുവാൻ ഇടയാക്കുക എന്നുള്ളതാണ് ഇവിടെ സ്വർഗത്തിൽ ദൈവം ചെയ്യുന്നത്. ഇതുമായുള്ള ബന്ധത്തില് ഗോഡ് സ്പിരിറ്റ് ഓപ്പറേഷനിൽ ഇന്ന് നാം മനസ്സിലാക്കുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത് God's will message and God's will blocker messages. God's will, ദൈവ ഇഷ്ട സന്ദേശം, ദൈവ ഇഷ്ടത്തെ മറയ്ക്കുന്ന സന്ദേശം. രണ്ടായിട്ട് സന്ദേശങ്ങളെ പിരിക്കാം. നിങ്ങൾക്ക് സ്ക്രീനില്ല, ഞാൻ ഇപ്പൊ എഴുതിയുള്ളൂ, ഇച്ചിരി കറക്റ്റ് ചെയ്യാനുണ്ട്. എങ്കിലും ഞാൻ നിങ്ങൾക്ക് ആ സന്ദേശത്തെ ഷെയർ ചെയ്ത് കാണിക്കുവാൻ താല്പര്യപ്പെടുന്നു. കാണാൻ ചിന്തിക്കുന്നു. ഗോഡ്സ് വിൽ മെസ്സേജ് ആൻഡ് ഗോഡ്സ് വിൽ ബ്ലോക്കർ മെസ്സേജസ്. ദൈവ ഇഷ്ട സന്ദേശവും ദൈവ ഇഷ്ടത്തെ മറയ്ക്കുന്ന സന്ദേശങ്ങളും. സന്ദേശവും സന്ദേശങ്ങളും അതൊരു സന്ദേശമല്ല, പല സന്ദേശങ്ങളിലൂടെ മറയ്ക്കുന്നത് എന്തായിരിക്കും? ദൈവ ഇഷ്ടത്തെ ആയിരിക്കും. ഗോഡ്സ് വിൽ, ദൈവ ഇഷ്ടം എന്ന സന്ദേശത്തെ മറ്റ് സന്ദേശങ്ങൾ കൊണ്ട്, ഭക്തിപരമായ മറ്റ് സന്ദേശങ്ങൾ കൊണ്ടങ്ങ് മറയ്ക്കും. അപ്പോ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, അതുകൊണ്ട് എന്താണ് കുഴപ്പം? ഭയങ്കര കുഴപ്പമുണ്ട്. ഭയങ്കരമായ പ്രശ്നമാണ് കിടക്കുന്നത്. പിശാചിന്റെ ഒരു തന്ത്രമാണ്. പിശാചിന്റെ ഒരു തന്ത്രം. ശ്രദ്ധിച്ചേ, നമ്മുടെയൊക്കെ വീടുകളില് ഇതൊക്കെ, എന്റെയൊക്കെ ചെറുപ്പത്തില് പപ്പയും മമ്മിയും തമ്മിൽ എന്തെങ്കിലും സംസാരിക്കുമായിരിക്കും. അതിൻ്റെ ഇടയിൽ കൂടി കുട്ടിയായി എനിക്കറിയത്തില്ല, ഞാൻ ഓടി ചെയ്തു മാമി 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 വേണ്ടാതിരിക്കില്ല, കേട്ടോണ്ടിരിക്കുമ്പോഴാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്റെ മോക്ക് ഇതുപോലെ മോളുടെ അമ്മയുടെ വഴക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ സഹോദരി എന്നോട് എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഉടനെ മമ്മി എന്നും പറഞ്ഞ.
മോളെ പറയും, ധോണി മിണ്ടാതിരിക്കുന്നുണ്ടോ? ധോണി എന്റെ മോളുടെ പേര്. ധോണി ഇത് മിണ്ടാതിരിക്കുന്നുണ്ടോ? ധോണിയുടെ വാർഡ്. മനസ്സിലായോ? ഒരു സന്ദേശത്തെ ബ്ലോക്ക് ചെയ്യുന്ന വേറെ സന്ദേശം. പിശാച് ഇത് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് മാനവരാശിയിൽ 6000 വർഷമായി ഇത് പ്രവർത്തിക്കുന്നത് കൊണ്ട് ദൈവ ഇഷ്ടത്തെ മനുഷ്യർ മനസ്സിലാകുന്നില്ല. അപ്പോ ചിലർ പറയും, ഞങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവർക്ക് ഇതൊക്കെ അറിയാം. അറിയുന്നത് വളരെ ചുരുക്കം. രക്ഷിക്കപ്പെട്ടു, കാര്യങ്ങളൊക്കെ ശരിയാ, നല്ല കാര്യം. അഭിഷേകം പ്രാപിച്ചു, കാര്യങ്ങളൊക്കെ ശരിയാ, നല്ല കാര്യം. രോഗിയെ സൗഖ്യമാക്കി, ഭൂതത്തെയും പുറത്താക്കി, നല്ല കാര്യം. ഇതൊക്കെ ചെയ്യണം. ഇതെല്ലാം ചെയ്യണം. ഇതെല്ലാം നാം ചെയ്യണം. ചെയ്തിട്ട് അവസാനം കർത്താവിന്റെ അടുക്ക് ചെല്ലുമ്പോ കർത്താവ് പറയും, ദൈവിഷ്ടത്തെ മാത്രം ചെയ്തില്ലല്ലോ. എന്നെ കർത്താവെന്ന് വിളിച്ചു, രക്ഷിക്കപ്പെട്ടു, ആരാധിച്ചു, രോഗികളെ സൗഖ്യമാക്കി, അനേക സുവിശേഷങ്ങൾ അറിയിച്ചു, അഭിഷേകം പ്രാപിച്ചു, ഭൂതത്തെ പുറത്താക്കി, പ്രവചിച്ചു, എല്ലാ ശുശ്രൂഷപ്പെട്ടു. പക്ഷെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. പോയില്ലേ മോനെ, മോളെ, പോയില്ലേ? നിന്നെ അടച്ച് പുറത്താക്കിയില്ലേ? അവർ നിങ്ങളെ അടച്ച് പുറത്താക്കും. നിങ്ങളോട് സത്യം സംസാരിക്കുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് ശത്രുവായി പോയോ? അവർ നിങ്ങളുടെ എരിവ് കാണിക്കുന്നത് നിങ്ങൾ അവരെ കുറിച്ച് എരിവ് കാണിക്കാൻ വേണ്ടി അത്രേ. നിങ്ങളെ അടച്ച് പുറത്താക്കി കളയുവാൻ ഇച്ഛിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, the will of God, the most important message. ദൈവം 6000 വർഷമായി മാനവകുലത്തോട് പറയുവാൻ ആഗ്രഹിക്കുന്ന സന്ദേശം, ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. ഇത് മാനവകുലം അറിയാതെ ഇരിക്കുവാൻ പിശാച് ഇതിനെ ബ്ലോക്ക് ചെയ്യുന്ന ഭക്തി നിർഭരമായ വേറെ സന്ദേശങ്ങൾ ഇട്ടു കൊടുക്കും. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇത് കണ്ടിട്ട് ദൈവത്തിന്റെ ആത്മാവ് വിശുദ്ധ പൗലോസിലൂടെ സഭയോട് പറയുകയാണ്. ഏത് സഭയോട്? വിശുദ്ധന്മാരുടെ സഭയോട് പറയുകയാണ്, ബുദ്ധിഹീനരാകാതെ സഭയെ ദൈവത്തിന്റെ ഇഷ്ടം, ദ മെയിൻ മെസ്സേജ് എന്തെന്ന് തിരിച്ചറിയുക. നീ രക്ഷിക്കപ്പെടുകയല്ല ദൈവത്തിന്റെ ഇഷ്ടം. രക്ഷിക്കപ്പെടേണ്ടി വന്നത് ആദം കുഴിയിൽ, പാപനിമിത്തം കുഴിയിൽ വീണതുകൊണ്ടാണ്. ക്രിസ്തു തന്റെ യാഗത്തിലൂടെ നമ്മൾ അതിൽ സൗജന്യമായി വിടുവിച്ചു. എന്നാൽ അതല്ല ആത്യന്തികമായ ദൈവത്തിന്റെ ഇഷ്ടം. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് ഉൽപ്പത്തി 1:26 ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവുമുള്ള ജനം ദൈവത്തോടുകൂടെ താമസിച്ച് ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയെ വാഴണം. ദൈവപുത്രന്മാർ ഭൂമിയെ വാഴണം. ആര് വാഴുന്ന ഭൂമിയെ? സർവഭൂമിയും ലോകത്തിന്റെ കീഴിലാണ്, പിശാചിന്റെ കീഴിലാണ്. ലോകം വാഴുന്നത് പിശാചാണ്. ആ പിശാച് എന്ന ആ സാമ്രാജ്യം, കിങ്ഡം, അതിനെ നീക്കിയിട്ട് മനുഷ്യ ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയെ നീ വാഴണം. ദൈവം അപ്പോൾ നമ്മോട് ചേർന്ന് താമസിക്കും. ഇതാ ദൈവത്തിന്റെ ഇഷ്ടം. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ. ഈ ശ്രേഷ്ഠമേറിയ സന്ദേശത്തെ മറയ്ക്കുവാൻ പിശാച് ഒരുക്കുന്ന പദ്ധതിയുടെ ഭാഗമായി സഭ മാറിയിരിക്കുകയാണ്. എന്നാൽ പിശാചേ, നിനക്ക് ഇനി അധിക സമയമില്ല.
ദാവീദിന്റെ ആടുകളെ, തന്റെ അപ്പനെ ഏൽപ്പിച്ച ആടുകളെ സിംഹം കടിച്ചു കീറുവാൻ വായിലേക്ക് എടുത്തപ്പോ അതിന്റെ വായിൽ നിന്ന് ഈ ആടുകളെ വലിച്ചെടുത്ത് അവരെ സംരക്ഷിച്ച് അവരെ തന്റെ അപ്പന്റെ അടുക്കൽ തിരിച്ചെത്തിക്കുന്ന ചില ദാവീദുമാരെ സ്വർഗത്തിലെ ദൈവം അവിടെ ഇവിടെ ഈ സന്ദേശത്തിലൂടെ ഒരുക്കുന്നുണ്ട്. പിശാചേ, നിനക്ക് ഇനി അധിക സമയമില്ല. തന്റെ ജീവനെ ഭയപ്പെടാതെ നിലകൊള്ളുന്ന ചില ദാവീദുമാരെ സ്വർഗത്തിലെ ദൈവം ഒരുക്കുന്നുണ്ട്. ഈ ജനത്തെ നീ ചതിക്കുകയാണ്. അവര് ജീവിതകാലം മുഴുവൻ യേശുവിനെ കർത്താവ് എന്ന് വിളിച്ച് സുവിശേഷം അറിയിച്ച് അഭിഷേകം പ്രാപിച്ച് രോഗികളെ സുഖമാക്കി ഭൂതങ്ങളെയും പുറത്താക്കി ഇതാ അവിടെ ചെല്ലുമ്പോൾ അരിമനാഥനെ യേശു പറയുകയാണ്, എന്നെ കർത്താവെ കർത്താവ് എന്ന് പറഞ്ഞേവനുമല്ല സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് എന്റെ അപ്പന്റെ, എന്റെ സ്വർഗീയ പിതാവിന്റെ ഇഷ്ടം അത് ചെയ്യുന്നവനാ സ്വർഗത്തിൽ കടക്കുന്നത്. ചിലപ്പോ ചിലരുടെ ഉള്ളില് ഇപ്പൊ ഇങ്ങനെ ചിന്തയുണ്ടായ സ്വർഗസ്നായ ഇഷ്ടമോ ഞങ്ങളുടെ ശുദ്ധീകരണം തന്നെ. എന്തിനാ സഹോദരി ശുദ്ധീകരണം? എന്തിനാ? എങ്ങനെയാ? എന്തിനാന്ന് ആദ്യം പറയാം. ശുദ്ധീകരണം ഉൽപ്പത്തി 1:26 സ്പെസിഫിക്കേഷൻ, റിക്വയർമെന്റ് നിവർത്തിക്കാനാ ശുദ്ധീകരണം. എന്താണ് അവിടുത്തെ റിക്വയർമെന്റ്? ആരാണ് ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയെ വാഴേണ്ടത്? ദൈവം പറയാം, നമുക്ക് നമ്മുടെ സാദൃശ്യ സ്വരൂപത്തിൽ മനുഷ്യനുണ്ടാക്കാം, അവർ ഭൂമിയെ വാഴട്ടെ. ഇപ്പൊ മനുഷ്യൻ ഉണ്ടാക്കിയത് എന്തിനാണ്? ദൈവത്തിന്റെ വചനം പറയുന്നത് ഭൂമിയെ വാഴാൻ. എന്നാൽ ദുഷ്ടനായ പിശാച് കഴിഞ്ഞ നാളിലെ ചതിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് മനുഷ്യനെ ഉണ്ടാക്കിയത് ദൈവത്തെ ആരാധിക്കാനാണ്. ഈ പുസ്തകത്തിൽ എവിടെയാ അത് പറഞ്ഞിരിക്കുന്നത്? പകരം ദൈവത്തിന്റെ വചനം പറയാണ്, ദൈവത്തിന്റെ വചനം പറയാ നമുക്ക് നമ്മുടെ സ്വന്തം സാദൃശ്യ സ്വരൂപത്തിൽ മനുഷ്യനുണ്ടാക്കാം, അവർ എന്നെ ആരാധിക്കട്ടെ എന്നല്ല, അവർ ഭൂമിയെ വാഴട്ടെ. പക്ഷെ സകല സൃഷ്ടികളും ദൈവത്തെ ആരാധിക്കണം. അതുകൊണ്ട് അത് നമ്മുടെ കൾച്ചർ. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയത് ആരാധിക്കാൻ വേണ്ടി അല്ല, ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയെ ദൈവത്തിന് വേണ്ടി വാഴണം. അപ്പൊ നമ്മുടെ ചോദ്യം എന്താ? എന്തിനാണ് ശുദ്ധീകരണം? ദൈവത്തിന്റെ സാദൃശ്യത്തിന്റെ സ്വരൂപത്തിലുമാണ് നമ്മളെ ഉണ്ടാക്കിയത്. പക്ഷെ ഇന്ന് ആ സാദൃശ്യ സ്വരൂപമൊക്കെ പോയി. സഭപ്രസംഗം 7:29 പറയുന്നു, ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, ഇപ്പോഴോ അവൻ അനേക സൂത്രങ്ങളെ അന്വേഷിച്ച് നടക്കുക. സൂത്രങ്ങളെ ആരെ പാര വയ്ക്കാം, എങ്ങനെ പാര വയ്ക്കാം. ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപമൊക്കെ അവൻ ഇന്ന് പോയി. ഇനി എന്തിനാണ് ഈ ശുദ്ധീകരണം? ഈ ദൈവത്തിന്റെ ഈ സൂത്രപ്പണിക്കാരനായ മനുഷ്യനെ ഉൽപ്പത്തി 1:26 കൊള്ളത്തില്ല. അവനെ ദൈവത്തിന്റെ സാദൃശ്യം സ്വരൂപമുള്ളവനാക്കി മാറ്റണം. അതിനു വേണ്ടിയാണ് ശുദ്ധീകരണം. എങ്കിലേ ദൈവത്തിന് അവന്റെ ഉള്ളിൽ വസിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരായിരിക്കും. അപ്പോ എന്തിനാണ് ശുദ്ധീകരണം? നമ്മുടെ ശുദ്ധീകരണമാണ് ദൈവത്തിന്റെ ഇഷ്ടം. എന്തിനാണ്? ഉൽപ്പത്തി 1:26 നിവർത്തിക്കാൻ വേണ്ടിയാണ്. ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ശുദ്ധീകരണം. ഇനി എന്തുകൊണ്ട് ശുദ്ധീകരിക്കപ്പെടത്തില്ല? നിയമങ്ങൾ കൊണ്ട് ശുദ്ധീകരിക്കപ്പെടത്തില്ല, ന്യായപ്രമാണം കൊണ്ട് ശുദ്ധീകരിക്കപ്പെടത്തില്ല. ന്യായപ്രമാണം കൊണ്ട് അവൻ കൂടുതൽ അശുദ്ധമാകാതിരിക്കാൻ അവനെ സഹായിക്കുകയുള്ളൂ. അവൻ ഓൾറെഡി അശുദ്ധനാണ്. ഓൾറെഡി അവൻ മരണത്തിന് കീഴിലുള്ളവനാണ്. പിന്നെ എങ്ങനെ ശുദ്ധീകരിക്കപ്പെടും? ഒറ്റ അവസ്ഥയുള്ളൂ, ആത്മാവിന്റെ വിശുദ്ധീകരണം. ദൈവാത്മാവാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിശ്ചയിക്കും. അതാ ശുദ്ധീകരണം. എന്താണ് എന്തല്ല. അപ്പൊ ഈ ദൈവത്തിന്റെ ഇഷ്ടത്തെ തടയുന്ന പൈശാചിക ശക്തി, വാഴ്ചകളും അധികാരങ്ങളും അന്ധകാര ലോകത്തിന്റെ ആത്മഹത്യ ശക്തികളും അവിടെ നിൽക്കുമ്പോൾ അവൻ പല തന്ത്രങ്ങളിലൂടെയും ദൈവജനത്തെ കുടുക്കുകയാണ്. ഇതുകൊണ്ട് എഫേസ്യ ലേഖനം സഭ ഒന്നടങ്കം ഏറ്റെടുക്കണം. എഫേസ്യ ലേഖനം 5:17 സഭയോട് പറയുകയാണ്. ഏത് സഭയോടാണ് പറയുന്നത്? വിശുദ്ധന്മാരോട്. അവിടെ പറയണം, ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ.
ബുദ്ധിഹീനരാകരുത്. വെറും ഒരു ആരാധന കൊണ്ട് നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കരുത്. കർത്താവിന്റെ ഇഷ്ടം, യേശുവിന്റെ ഇഷ്ടം എന്നത് മനസ്സിലാക്കുക. യേശു എന്താ നമ്മളോട് പറഞ്ഞത്? യേശു പറഞ്ഞത്, ഞാൻ എന്റെ ഇഷ്ടം ചെയ്യാനല്ല വന്നത്, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാ വന്നത്. ആണോ? നമ്മളല്ല യേശുവിന്റെ അടുക്കലേക്ക് പോകുന്നത് എന്തിനു വേണ്ടിയാ? ഞാനും നേരത്തെ നമ്മുടെ ഇഷ്ടം യേശുവിനോട് ചോദിച്ചു വാങ്ങാൻ. എന്നാ ദൈവത്തിന് വചനം പറഞ്ഞത്, ദൈവ ഇഷ്ടപ്രകാരം നീ എന്തെങ്കിലും അപേക്ഷിച്ചാൽ അത് നിനക്ക് ലഭിക്കുമെന്നുള്ളത് ദൈവത്തിനോട് ധൈര്യം. ഇവിടെ പറയുന്നത്, ബുദ്ധിഹീനരാകാതെ കർത്താവിന് ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവിൻ. ആരോടൊക്കെ പറയുന്നേ? ഒന്നാം വാക്യം, ദൈവ ഇഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്. അപ്പൊ ആരോടെന്ന് പറയുന്നേ? എഫെസോസിലുള്ള വിശുദ്ധന്മാർ. അത് തിരുവനന്തപുരത്തായിരിക്കാം, ഓസ്ട്രേലിയയിലായിരിക്കാം, ഓസ്ട്രിയയിലായിരിക്കാം, US ആയിരിക്കാം, ലോകത്ത് എവിടെയുമുള്ള വിശുദ്ധന്മാരോട് പറയുകയാണ്, വിശ്വാസികളോട്, ക്രിസ്തുയേശുവിൽ വിശ്വാസികളോട് പറയുകയാണ്, ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് മനസ്സിലാക്കുക. കാരണം അവിടെ ചെല്ലുമ്പോ നാം ശരീരത്തിലേക്ക് ചെയ്തത് നല്ലതാകില്ല തീയതാകില്ല അതിന് തക്കണം പ്രാപിപ്പാൻ നാം ഓരോരുത്തരും റെക്കമെൻഡേഷനിൽ കയറി പോകുമല്ല, ക്രിസ്തുവിന്റെ ന്യായാസത്വം വാങ്ങിക്കേണ്ടി വരും. ക്രിസ്തുവാണ് നമ്മൾ ന്യായം വിധിക്കാൻ പോകുന്നത്. ക്രിസ്തുവിന്റെ ന്യായാസത്വം മുമ്പാകെ നിൽക്കേണ്ടി വരുമ്പോ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ് മത്തായി 7:21, 22, 23. നമ്മളെ അടച്ച് പുറത്ത് കളയുന്ന ചതിയിൽ വീണു പോകരുത്. അവിടെ പറയുന്നത് ഈ ദൈവത്തിന്റെ ഇഷ്ടമാ. ബുദ്ധിഹീനനാകാതെ ദൈവത്തിന്റെ ഇഷ്ടം എന്ന് തിരിച്ചറിയുക. അപ്പൊ ഈ ചിന്ത നിങ്ങളോട് പറയുമ്പോ, പ്രിയ സഹോദരങ്ങൾ, എന്റെ പദ്ധതി ഈ ചിന്തകളെ അറിയിക്കുകയാണ്. യേശു ദൈവം അല്ലെന്ന് പറയുകയോ യേശുവിനെ ആരാധിക്കേണ്ടെന്ന് പറയുക, ഇതൊന്നും അല്ല. പക്ഷെ അത് പറയുന്നതിന്റെ കാര്യം ഈ പുസ്തകത്തിൽ അതില്ല. ഇല്ലാത്തൊരു സന്ദേശം കൊണ്ട് നിങ്ങളെ ദൈവ ഇഷ്ടത്തിൽ നിന്ന് പിശാച് മറയ്ക്കുകയാണ് എന്നാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. വചനത്തിൽ ഇല്ലാത്തതും പക്ഷെ നമുക്ക് കേൾക്കുമ്പോൾ വളരെ ഭക്തി നിർഭരമായി തോന്നുന്നതുമായ ഒരു സന്ദേശം കൊണ്ട് യഥാർത്ഥത്തിൽ ദൈവം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന സന്ദേശത്തെ പിശാച് മറയ്ക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന്. ചുമ്മാ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയെന്ന് പറഞ്ഞു തരാം. ഡിഗ്രി കഴിഞ്ഞ ഒരാള്, PG കഴിഞ്ഞ ഒരാള്, IAS കഴിഞ്ഞ ഒരാള്, പാസ്സായ ഒരാൾ IAS തോറ്റുപോയി. ഇവര് 4 പേരും കൂടെ ഇതാ കളക്ടർ ആകുവാനുള്ള ആ മണ്ഡലത്തിലേക്ക് കയറിച്ചു. ഡിഗ്രി കഴിഞ്ഞ ആള് പറഞ്ഞു, ഇതാ ഞാൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞതാണ്. PG കഴിഞ്ഞ ആള് പറഞ്ഞു, ഞാൻ PG എല്ലാം കഴിഞ്ഞതാണ്, ഇനി കളക്ടറാണ്, ഞാൻ മന്തി വന്നു. IAS തോറ്റുപോയ ആളും പറഞ്ഞു, ഞാൻ കളക്ടറാകാൻ വേണ്ടി വന്നു. IAS ജയിച്ച ആളും പറഞ്ഞു, ഇതാ ഞാൻ കളക്ടറാണ്. ഇതിൽ ആരെ കളക്ടർ ആക്കുന്നു? വന്നവരെല്ലാം പിടിച്ച് കളക്ടറാ, എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ കളക്ടറാക്കും? ഇല്ല. IAS പാസ്സായവന് മാത്രമേ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരൂ. ഇതാണ് കർത്താവായ യേശു ക്രിസ്തു മത്തായി 7:21, 22, 23 പറയുന്ന സഭയാണ് ഇവിടെ നിൽക്കുന്നത്. കബളിപ്പിക്കപ്പെട്ട സഭ. യേശുവിനെ കർത്താവായി സ്വീകരിച്ചു. അവരെ നല്ല കാര്യം. അവര് സുവിശേഷം അറിയിച്ചു, നല്ല കാര്യം. അവര് അഭിഷേകം പ്രാപിച്ചു, രോഗികളെ സൗഖ്യിച്ചു, ഭൂതങ്ങളെ പ്രവചിച്ചു, നല്ല കാര്യം. ഇതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ അടച്ചു പുറത്താക്കപ്പെട്ടു. കർത്താവ് അനുവദിച്ചില്ല. സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശനം ഉണ്ടായില്ല. 7-ാമത്തെ 21-ാം വാക്യം. കാരണം ഇതൊന്നും പറഞ്ഞ് ഇത് ഏക്കത്തില്ല. കാരണം വേറൊരു സന്ദേശം കൊണ്ട് പിശാചി ഇതിനെയൊക്കെ മറച്ചു. യേശുവാണ് ദൈവം, യേശുവിനെ ആരാധിക്കുക. എന്റെ കുഞ്ഞുങ്ങളെ, എന്റെ സഹോദരങ്ങളെ, എന്റെ ദൈവദാസന്മാരെ മനസ്സിലാക്ക്. യേശുവോ പിതാവായ ദൈവമോ അപ്പസ്തലന്മാരോ പറയാത്ത, ബൈബിൾ പറയാത്ത, ആദ്യ നൂറ്റാണ്ടിൽ പ്രാക്ടീസ് ചെയ്യാത്ത ഈ ഒരു സന്ദേശം കൊണ്ട് എന്താണ് പിശാചി ചെയ്തത്? ദൈവ ഇഷ്ടത്തെ, ഈ ബൈബിളിലെ ഏറ്റവും പ്രധാനമായ സന്ദേശത്തെ മറച്ചു. ഇന്ന്
ദൈവദാസന്മാരോട് പോയി ചോദിക്കുക, എന്താണ് ദൈവിഷ്ടം? വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ഹ്യൂമാനിറ്റി? പറയുന്നത് വളരെ ഇതിലുള്ളതായിരിക്കും. വിശ്വാസത്തോട് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ആര് പറയും? ആരാധിക്കുക, ആരാധിക്കുക. പിശാചിനാൽ കുരുടാക്കപ്പെട്ട ഇവരെ നേർവഴിക്ക് നടത്താനാ ദൈവം ക്രിസ്തുവിലൂടെ തന്റെ ദാസന്മാരെ ഒരുക്കും. കുരുടനെ വഴി നടത്താൻ ഇരുവരും കുഴിയിൽ വീഴും. ഈ നാളുകളിൽ പിശാചിനാൽ കുഴിയിൽ വീഴപ്പെട്ട ജനത്തെ അവിടെ നിന്ന് കയറ്റുവാൻ, ആ പിശാചിന്റെ വായിൽ നിന്ന് ആടിനെ, ആ ദാവീദ് ആ സിംഹത്തിന്റെ വായിൽ നിന്ന് ആടിനെ പിടിച്ചെടുത്തതുപോലെ ദുഷ്ടന്റെ വായിൽ നിന്ന് വിശ്വാസികളെ, ദൈവജനത്തെ, ലോക ജനത്തെ പിടിച്ചെടുക്കാൻ, അവൻ ഏത് സഭയാകട്ടെ, ഏത് മതമാകട്ടെ, ഏത് ഗ്രൂപ്പാകട്ടെ, അവരെ പിടിച്ചെടുത്ത ദൈവസന്നിധിയിൽ പ്രസന്റ് ചെയ്യും. ദേഹികളെ നേടുന്നതിന് ബുദ്ധിമാൻ. അതായത് യേശുവിനെ ദൈവമാക്കി പ്രൊമോട്ട് ചെയ്യാനൊന്നും നമ്മളോട് ഈ പുസ്തകം ആവശ്യപ്പെട്ടിട്ടില്ല. യേശു ആവശ്യപ്പെട്ടു. ഇത് ചിലർ ഇതിന്റെ പുറകെ പറക്കിച്ചങ്ങ് നടക്കുക. നിങ്ങളോട് ഈ പുസ്തകത്തിൽ എവിടെയാ യേശു ആവശ്യപ്പെട്ട? എന്നെ ദൈവമായി നിങ്ങളങ്ങ് ഉയർത്തി കാണിക്കണം. അത് കാണിക്കാത്ത ആളുകൾ വരും. ഒറ്റ പ്രാവശ്യം യേശു പറഞ്ഞു, നിങ്ങളെ ആരാ ക്ഷുദ്രം ചെയ്ത് മയക്കുക? യേശു നമ്മുടെ കർത്താവാ, യേശു ദൈവപുത്രനാ, യേശു നമ്മുടെ മിശിഹായ. ഇതിനു മുമ്പുള്ള സന്ദേശങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് യേശു ആരായിരുന്നു. യേശു ക്രിസ്തുവിന്റെ ആ ഓപ്പറേഷൻ, സ്പ്ലിറ്റ് ഓപ്പറേഷൻ, അനാദിയിൽ യേശു ദൈവമായിരുന്നു. ആദിയിൽ യേശു ദൈവപുത്രനാണ്. നീ എന്റെ പ്രിയപുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അന്ന് മനുഷ്യനില്ല, സർവ്വ സൃഷ്ടികൾക്ക് മുമ്പേ. അതുകൊണ്ടാ യേശു ക്രിസ്തു പറയുന്നത്, പിതാവേ, ലോക സ്ഥാപനത്തിന് മുമ്പ് എനിക്ക് നിന്നോടുകൂടി ഉണ്ടായിരുന്ന മഹത്വത്തിൽ. ഒരു പിതാവിൽ നിന്നൊരു പുത്രൻ വരുന്നതിന് മുമ്പ് ആ പുത്രൻ ആരാന്നറിയാമോ? പുത്രൻ പിതാവാണ്. എനിക്കൊരു മോനുണ്ട്, ഡോൺ, ആ മോന്റെ പേര്. 1997 ജനിച്ചത്. പക്ഷെ 1993, 92 ഇതിനു മുമ്പ് ആ ഡോൺ, എന്റെ പേര് ഷാജി എന്നാ, ഡോൺ ഷാജി ആയിരുന്നു. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഇൻ ദ ബിഗിനിങ് there was word. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം ദൈവമാകുന്നു എന്നല്ല, വചനം ദൈവമായിരുന്നു. ഇതൊക്കെ ഓൾറെഡി മക്കളെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ ഏറൗണ്ട് 15 സന്ദേശങ്ങൾ ഓൾറെഡി ഉണ്ട്. ഇപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ www.kingdommessage.com എന്ന വെബ്സൈറ്റിൽ കയറി പോയി അതിന്റെ ഓർഡർ അനുസരിച്ച് കാണുക. യേശയ 9:6. ഇന്നും പലരും സംശയം ചോദിക്കുന്ന, അപ്പൊ യേശയ 9:6 നമുക്ക് ശിശു ജനിച്ചിരിക്കുന്ന അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവസമാധാന പ്രഭു എന്നൊക്കെ എഴുതിയിട്ടുള്ളൂ. എല്ലാം സത്യമോ? വചനം എല്ലാം ആമേൻ ആമേൻ ആമേൻ. എല്ലാം 3 പീരീഡുകളിലായിട്ടാണ്. 3 പീരീഡുകളിലായിട്ടാണ്. ഹല്ലേലൂയ. അനാദി എന്ന ആദ്യത്തെ പീരീഡ്, ആദി എന്ന രണ്ടാമത്തെ പീരീഡ്, സമയം എന്ന മൂന്നാമത്തെ പീരീഡ്. സമയത്തിലാണ് കാലസമ്പൂർണ്ണതയിൽ ദൈവം തന്റെ പുത്രനെ, ജനിച്ചപ്പോഴല്ല പുത്രനായത് മറിയയുടെ ഉദരത്തിൽ നിന്ന്, ദൈവം തന്റെ പുത്രനെ കന്യകയിൽ നിന്ന്. അപ്പോ ആ സ്ത്രീ കാലസമ്പൂർണതയിൽ ദൈവം തന്റെ പുത്രനെ, ആ തന്റെ പുത്രന്റെ പേരാണ് വചനം. എന്തിനാണ് ആ വചനം? എന്തിനാണ് ഈ സ്പ്ലിറ്റ് ഓപ്പറേഷൻ? സൃഷ്ടിപ്പിന് വേണ്ടിയാണ്. ഇതെല്ലാം വാക്യസഹിതം മുമ്പിൽ സന്ദേശങ്ങൾ വിവരിച്ചിട്ടുണ്ട്. നിങ്ങളത് പോയി മനസ്സിലാക്കുക. അപ്പൊ യേശു ക്രിസ്തു ഒരു മർമ്മമാണ്. ഇത് മനസ്സിലാക്കുക. അനാദിയിൽ ദൈവമായിരുന്നവൻ ദൈവത്തോടുള്ള സമത്വം വേണ്ട എന്ന് വെച്ച് തന്നെത്താൻ ഒഴിച്ച് ഇതാ ദൈവത്തിന്റെ പുത്രനായി, ദൈവത്തിന്റെ വചനമായി. വീണ്ടും അടുത്ത സ്റ്റെപ്പ്, തന്നെത്താൻ താഴ്ത്തി മനുഷ്യനായി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവൻ. ആദ്യം ദൈവമായിരുന്നവൻ ഇതാ ദൈവത്തിൽ നിന്ന്, എന്റെ മകൻ എന്നിൽ നിന്ന് ജനിച്ചപ്പോ പിന്നെ ആ മകൻ ഷാജിയല്ല, പിന്നെ ആ മകൻ ഷാജിയുടെ മകനാണ്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ലോകത്ത്. ഇതേപോലെ ആദ്യമേ ദൈവമായിരുന്നവൻ ഇതാ തുടർന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് മുതൽ ബൈബിള ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഹല്ലേലൂയ. സങ്കീർത്തനം 2-ാം അധ്യായം, ഹെബ്രായ ലേഖനം, ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും.
ഇതാ ജനിപ്പിച്ചിരിക്കുന്നു. തുടർന്ന് അവസാനം, ബൈബിളിന്റെ അവസാനം നമ്മൾ വരുമ്പോൾ വെളിപ്പാട് പുസ്തകം 21-22 അധ്യായത്തിൽ ദൈവത്തെയും ദൈവത്തിന്റെ പുത്രനെയും ഒരുമിച്ച് കാണാം. ദൈവത്തിന്റെ പുത്രനെയും ദൈവത്തെയും കുഞ്ഞാടെന്നാണ് അവിടെ യേശുവിനെ വിളിക്കുന്നത്. കുഞ്ഞാട്. രണ്ടുപേർക്ക് രണ്ടു പേരാണ്. ഒന്ന് പിതാവായ യേശു പറഞ്ഞ ഏക ദൈവം, മറ്റത് ആ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അപ്പൊ നമ്മളും ആ ക്രിസ്തുവിന്റെ ഉള്ളിൽ, നമ്മൾ ക്രിസ്തുവിനോട് ചേർന്നാണ്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ദൈവത്തിന്റെ അവകാശികൾ, ക്രിസ്തുവിന്റെ കൂട്ടവകാശികൾ. ഇതൊരു ഫാമിലി സെറ്റപ്പാണ്. നമ്മുടെ തലയോ നമ്മുടെ കർത്താവോ ക്രിസ്തു. ഇത് മനസ്സിലാക്കി മുന്നോട്ടേക്ക്. അപ്പോ പ്രിയ സഹോദരങ്ങളെ, അതിന്റെ ഡീറ്റെയിൽ നിങ്ങൾ കഴിഞ്ഞ സന്ദേശങ്ങൾ പോയി കേൾക്കുക. ഇന്ന് ദൈവം പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ദൈവം നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്, വിടുവിക്കാൻ ആഗ്രഹിക്കുന്നത് ദുഷ്ടനായ നിങ്ങളുടെ ശത്രുവാകുന്ന പിശാച് അലറുന്ന സിംഹം എന്നതുപോലെ ആരെ വിഴുങ്ങണമെന്ന് ചുറ്റി തിരിഞ്ഞു നടക്കുക. ഞങ്ങൾക്ക് വീണ്ടും സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഭാഗങ്ങൾ കുറച്ചുകൂടി ഇത് മനസ്സിലാവും. ജനത്തിന്റെ നോർമൽ ആയിട്ടുള്ള ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ആ വെബ്സൈറ്റിൽ പോയി കേൾക്കുക, മനസ്സിലാക്കുക. ഇനിയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം തുടർന്ന് സന്ദേശങ്ങൾ വരും. നല്ലൊരു ചോദ്യം ഒരാൾ ചോദിച്ചിട്ടുണ്ട്, യേശുക്രിസ്തുവിനെ ആൽഫ ആൻഡ് ഒമേഗ എന്ന് പറയുന്നത്. ദൈവം അനുവദിക്കുന്നെങ്കിൽ തുടർന്നുള്ള സന്ദേശങ്ങൾ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ഗ്ലോറി ടു ഗോഡ്. ഇറ്റ്സ് വെരി സിമ്പിൾ. ഹല്ലേലൂയ. വചനം വളരെ ക്രിസ്റ്റലായിട്ട് പറയും. ഹല്ലേലൂയ. ഓ ഫാദർ വി താങ്ക് യു. അതുകൊണ്ട് ശ്രദ്ധയോടെ, ഏത് സന്ദേശത്തിലാണ് വരുന്നത് എനിക്ക് അറിയത്തില്ല, നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുക. ഓ ഫാദർ വി താങ്ക് യു. ഇവിടെ ഞാൻ ആ സ്ക്രീൻ വീണ്ടും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇക്കാര്യങ്ങളെ മനസ്സിലാക്കുവാനായിട്ട്. ഓ ലോർഡ് ഐ ലവ് യു. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ചെയ്യുന്നത് കർത്താവിന്റെ ആത്മാവ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. ദാവീദ്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ദാവീദ് സിംഹത്തിന്റെ വായിൽ നിന്ന് തന്റെ അപ്പന്റെ ആടിനെ വലിച്ചു പുറത്തേക്കെടുക്കുക. ഇത് തന്നെയാ ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ ചെയ്യുന്നത്. അലർന്ന സിംഹം പോലെ ദൈവജനത്തെ വിഴുങ്ങുന്ന പിശാചിന്റെ വായിൽ നിന്ന് സഭയെ ഏത് ഡിനോമിനേഷനാണോന്ന് നോക്കാതെ അവരെ വലിച്ചു പുറത്തട ചെയ്യുന്നത്. പിശാച് നമ്മളെ വിഴുങ്ങുന്നത് എങ്ങനെയാ? തന്ത്രങ്ങളിലൂടെ. എന്നിട്ട് എന്ത് ചെയ്യണം? അങ്ങനെ വിഴുങ്ങി ഈ ആടിനെ നേടി ദൈവത്തിന്റെ കയ്യിൽ സമർപ്പിക്കണം. ദൈവിഷ്ടം മാത്രം ചെയ്യുന്ന വ്യക്തിത്വങ്ങളാക്കി അവരെ മാറ്റണം. ഹല്ലേലൂയ. ആ ദൈവിഷ്ടം മാത്രം ചെയ്യുന്ന വ്യക്തിത്വങ്ങളാക്കി അവരെ മാറ്റണം. ദുഷ്ട പിശാചിന്റെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കണം. ഇതല്ലയോ ദേവദാസന്മാരെ നമ്മളോട് പറഞ്ഞത്? അപ്പോസ്തലപ്രവൃത്തി 20:20 എന്നാ പറഞ്ഞേ? 20:28 രണ്ടുപേരെ സൂക്ഷിക്കണം. ഒന്ന് നമ്മളെ തന്നെ സൂക്ഷിക്കണം ആദ്യം തന്നെ. പിന്നെ ദൈവം നമ്മളെ ഏൽപ്പിച്ചുള്ള ആട്ടിൻകൂട്ടത്തെ മുഴുവൻ സൂക്ഷിച്ചോളണം. അതിന്റെ ചിത്രമാണ് നിങ്ങളുടെ കാണുന്നത്. പ്രൊട്ടക്ട് ഗോഡ്സ് ഫ്ലോക്സ്. ദൈവത്തിന്റെ ആട്ടിൻകൂട്ടങ്ങളെ, അത് ഏത് ഗ്രൂപ്പ് ആകട്ടെ, കത്തോലിക്കനാകട്ടെ, പെന്തക്കോസ്തുകാരനാകട്ടെ, വേറെ CSI-കാരനാകട്ടെ, ബ്രദറൻകാരനാകട്ടെ, ലോകത്തിലെ ആരുമായിക്കൊള്ളട്ടെ, ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കണം. അവരുടെ അടുത്ത് ഞാൻ നിങ്ങളെ സൂക്ഷിക്കാൻ വരുന്നു എന്ന് പറയുന്നു വേണ്ട. ദൈവം തന്ന സന്ദേശം പറഞ്ഞാൽ മതി. ഈ സന്ദേശം, ഈ വചനം അവരെ സൂക്ഷിച്ചുകൊള്ളും. വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാ. ഹല്ലേലൂയ. കഴിഞ്ഞ നാളിലെ പിശാച് നമ്മളെ തെറ്റിച്ചു. പക്ഷെ ഇന്ന് സത്യം നാം അറിയുമ്പോൾ സത്യം നമ്മളെ സ്വതന്ത്രമാക്കുക. എന്നാൽ ഈ സത്യം ജനത്തോട് പറയുമ്പോ പൗലോസിന്റെ അവസ്ഥയാണ് ഗലാത്യർ 4:16 വരെ എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ സത്യം പറയുന്നത് കൊണ്ട് ഞാൻ നിങ്ങളുടെ ശത്രുവായി പോയോ? അതെന്തുകൊണ്ടാണെന്നറിയാമോ? സത്യത്തിന് സാക്ഷ്യക്കാരൻ യേശു ക്രിസ്തു. എന്നെ പിതാവ് അയച്ചു ഞാൻ നിങ്ങളെ അയക്കുന്നു. ഈ സത്യം അറിയിക്കുമ്പോ സത്യതാൽപരരായവരെ ഈ വചനം കേൾക്കുമെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ 18 വായിക്കണം കേട്ടോ. അപ്പോ സത്യതാൽപരരായവരെ ഈ വചനം കേൾക്കുന്ന യേശു പറഞ്ഞിട്ടുണ്ട്. ശത്രുക്കളായി മാറുന്നതിന്റെ കാരണം എന്നറിയാമോ? സത്യതാൽപരരല്ല, ഡിനോമിനേഷൻ താല്പര്യർ. ഓരോ ഡിനോമിനേഷൻ 10,000-40,000 ഉണ്ടല്ലോ. എന്താണോ പഠിപ്പിച്ചത് അതിൽ നിൽക്കാനുള്ള താല്പര്യമാണ്. ഇതിലെ സത്യവചനത്തിൽ നിൽക്കാനുള്ള താല്പര്യമല്ല. താൻ പറഞ്ഞത് ശരിയെന്ന് തെളിയിക്കണം. ഇവിടെ ഞാൻ പറഞ്ഞത് ശരിയെന്ന് തെളിയേണ്ട യാതൊരു ആവശ്യവുമില്ല. ദൈവത്തിന്റെ വചനമാണ് ശരി. സകല മനുഷ്യനും ബോഷ്ക്ക് പറയുന്ന വരും. ദൈവ സത്യമാണ്. അതിനർത്ഥം ദൈവത്തിന്റെ വചനമാ സത്യം. എപ്പോഴും തിരുത്തപ്പെടാൻ മനസ്സുണ്ടാകണം. എപ്പോ?
മറ്റുള്ളവരുടെ അനുമാനം, ഇൻഡയറക്റ്റ് വേർഡും അനുമാനങ്ങളും പറയുമ്പോഴല്ല, ഇതിലെ വചനം സത്യമായിട്ട് കാണിക്കുമ്പോൾ മനസ്സുകൊതിക്ക് രൂപാന്തരപ്പെടാൻ തയ്യാറാണ്. ഞാൻ തയ്യാറാണ് എപ്പോഴും ചേഞ്ച് ചെയ്യാൻ. കാരണം ഞാൻ ഇന്നും പൂർണ്ണനായിട്ടില്ല. പൂർണ്ണനായ യേശു ക്രിസ്തു എന്റെ തലയായിട്ടുണ്ട്, എന്റെ കർത്താവായിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു ഒറ്റ ദൈവമേ ഉള്ളൂ, അതെന്റെ യേശുവിന്റെ ദൈവം. യേശു പറഞ്ഞു പിതാവായ ഏക സത്യം. യേശു പറയാണ് ഞാൻ എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായ അടുക്കൽ. ആ യേശുവിന്റെ ദൈവം തന്നെയാണ് എന്റെ. അപ്പൊ യേശു ആരാ? ബൈബിൾ പറഞ്ഞിരിക്കുന്നു, വിശുദ്ധ പൗലോസ് പറയാണ് പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. 8:6. യേശു ക്രിസ്തു ഏക കർത്താവും നമുക്കുണ്ട്. ഇതിന് ഇന്റർപ്രിട്ടേഷനോ പ്രത്യേകിച്ച് ഒന്നും വേണ്ട സഹോദരങ്ങളെ, യാതൊരു വ്യാഖ്യാനവും ആവശ്യമില്ല. ഹല്ലേലൂയ. ഇനി ഇതിനെതിരെ ഒരു വചനം കടന്നു വന്നു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിൽ ശത്രുവിനെ അവനെ കാണുന്നത്. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കിയ ശത്രുക്കളെ ഇണകളെ കാണുന്നുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ദുഷ്ടന്റെ പദ്ധതി എന്താന്ന് പറഞ്ഞാൽ, ഈ ദുഷ്ടന്റെ പദ്ധതി, ദുഷ്ടന്റെ പണി എന്ന് പറയുന്നത് ഇതാ ദൈവത്തിന്റെ സന്ദേശം കടന്നു വരുമ്പോൾ ആ ദൈവത്തിന്റെ ഇഷ്ടം 6000 വർഷമായി മാനവരാശി ഇത് അറിയിക്കാൻ ദൈവം ആഗ്രഹിക്കുക. ഉൽപ്പത്തി 1:26, 28 നീ സന്താനപുരുഷനെ പെരുകി ഭൂമിയിൽ നിറഞ്ഞ അടക്കി നീ വാഴുക. അല്ലാണ്ട് നീ എന്നെ ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. സകല സൃഷ്ടികൾ എന്നെ ആരാധിക്കുന്നു. അത് ഇതാ സൂര്യനും ചന്ദ്രനും താരഗണങ്ങളും കടലും മീനും ഇതാ പക്ഷികളും സകല സൃഷ്ടികളും ആരാധിക്കുന്നു. മനുഷ്യനും ദൈവത്തെ ആരാധിക്കണം. നിന്നെ ഉണ്ടാക്കിയത് ഉൽപ്പത്തി 1:26 വ്യക്തതയോടെ പറഞ്ഞു ഭൂമിയെ വാഴണം. പക്ഷെ എല്ലാവർക്കും വാഴാൻ പറ്റത്തില്ല. നീ ഭൂമിയെ വാഴുകയല്ല, നിന്നിന്ന് മരണം വാഴുകയാണ്. ഏകമനുഷ്യരുടെ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. എന്നാൽ നിന്നെ മരണത്തെ വിടുവിച്ച് നിന്നെ വീണ്ടും ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും തന്ന് വീണ്ടും ഭൂമിയുടെ ഭരണാധികാരിയാക്കുവാൻ, അങ്ങനെ നിന്നോടുകൂടെ എനിക്ക് താമസിക്കുവാൻ, അങ്ങനെ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ എന്ന സന്ദേശവുമായിട്ട് കർത്താവ് യേശു വന്നു. ആ യേശുവിന്റെ സന്ദേശം വിട്ടിട്ട് യേശുവിനെ പിടിച്ച് ദൈവമാക്കി ആരാധന തുടങ്ങിച്ച പിശാചേ, നിന്റെ മുമ്പിൽ എന്റെ സഹോദരങ്ങൾ തോറ്റുപോയല്ലോ. പക്ഷെ ഇനി അവർ തോക്കത്തില്ല. അവർ ബുദ്ധിയുള്ളവർ യേശുവിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കും. കാരണം പിതാവായ ദൈവം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു, പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനെ ബഹുമാനിക്കും. ഹല്ലേലൂയ. പുത്രനെ ഞങ്ങൾ ബഹുമാനിക്കുന്നത് ഞങ്ങളുടെ ചേട്ടനായി, ഞങ്ങളുടെ കർത്താവായി, ഞങ്ങളുടെ തലയായ പിതാവിനെ ഞങ്ങൾ ബഹുമാനിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ദൈവവും ഞങ്ങളുടെ ദൈവവുമായി, യേശുവിന്റെ തലയായി, സർവത്തിന്റെ ഉദയവനായി ഞങ്ങൾ. കഴിഞ്ഞ നാളിൽ നിന്റെ തന്ത്രങ്ങൾ നീ മാറ്റിവെക്കും. സിംഹത്തിന്റെ വായിൽ നിന്ന് ജനത്തെ പുറത്തേക്ക് എടുക്കുകയാണ് ദൈവത്തിന്റെ ആത്മാവ്. സഹോദരങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ 2 പേപ്പർ കൊണ്ട് കാണിച്ചത്. ദൈവിഷ്ടം വരുന്നു, ദൈവിഷ്ടത്തെ മറക്കുന്നു. ഞാൻ സ്ക്രീനിൽ കാണിക്കും മക്കളെ, ഇത് വായിക്കാൻ പറ്റുന്നുണ്ടോ നോക്കണേ. എന്താണ് ദൈവിഷ്ടം? കറക്റ്റ് ആയിട്ടാണോ വരുന്നത്? അതോ തല തിരിഞ്ഞാണോ പോകുന്നത്? കറക്റ്റ് ആണല്ലേ? അപ്പൊ നിങ്ങൾക്കിത് വായിക്കാം സഹോദരങ്ങൾ. ഇതാണ് ദൈവിഷ്ടം, ഇതാണ് ദൈവിഷ്ടം. ശ്രദ്ധിച്ചോട്ടെ, വെറുതെ വന്നിട്ടോ. ഇതിനെ അങ്ങ് മറക്കണം ഈ സന്ദേശം കൊണ്ട്. എനിക്കിത് കാണാൻ പറ്റത്തില്ല. ഞാൻ തന്നെ ചെയ്തോളാം, അവിടെ ബുദ്ധിമുട്ട് വരും. സോറി സഹോദരങ്ങളെ. ഇതാ ദൈവ ഇഷ്ടം എന്നൊന്ന് വായിക്കുക. ഇവിടെ ദൈവ ഇഷ്ടം നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നവർക്ക് വായിച്ച്. ഞാൻ ഈ വേറെ സ്ക്രീനും കൂടി ഇട്ടോട്ടെ, അല്ലെങ്കിൽ എനിക്കിത് കാണാൻ പറ്റും. ഓളോടാണ്. Hallelujah. Okay. സഹോദരങ്ങളെ, ഇവ ഞാനിത് ഇങ്ങനെ പിടിക്കാം. ഇതിന്റെ ഇടയിൽ കൊണ്ടുവരണം. ഇത് മറ്റുള്ളവർ കാണാം കേട്ടോ. ഞാൻ പറയുമ്പോൾ കൊണ്ടുവരാൻ പാടണേ. ഇതാ
Oh Father, I thank you. Screen on. Oh Father, I thank you. Oh Father, I thank you. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടല്ലോ സഹോദരങ്ങളെ, ഇതാണ് ദൈവിഷ്ടം. ഇതാണ് ബൈബിൾ മനുഷ്യരോട് പറഞ്ഞുകൊണ്ടിരിക്കണേ. 6000 വർഷമായി ബൈബിൾ മനുഷ്യരോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവം നിങ്ങളോടുകൂടെ താമസിക്കാൻ വരുന്നു. നിങ്ങൾ പിശാചിനെ ജയിച്ചു ഒരുങ്ങിയ ഭൂമിയുടെ ഭരണം നിങ്ങൾക്ക് തരുവാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ഇതാണ് ബൈബിൾ. ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ. ദൈവം മനുഷ്യരോടുകൂടെ താമസിക്കും. ഇതാ ജയിക്കുന്ന മനുഷ്യർ അവർ ദൈവത്തിന്റെ മക്കളായിരിക്കും. അവർ എന്നേക്കും ഭൂമിയുടെ രാജാക്കന്മാരായിരിക്കും. പക്ഷെ പിശാചിനെ ജയിക്കണം. വെളിപ്പാട് 21:7 ഞാൻ ഈ പറഞ്ഞത്. 22:5 കൂടി ചേർത്താ പറഞ്ഞത്. ഇതാണ് സുവിശേഷം. ഇതാണ് യേശുക്രിസ്തു എന്ന് പറഞ്ഞത്. യേശുക്രിസ്തു പറഞ്ഞത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മനുഷ്യ, നീ മാനസാന്തരപ്പെടുക, എങ്കിൽ കിങ്ഡം, ഭൂമിയുടെ ഭരണം നിനക്ക് തരുവാൻ നിന്റെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ലൂക്കോസ് 12:32. ഇതല്ലേ ദൈവം നമ്മളോട് പറഞ്ഞത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇത് ദൈവം നമ്മളോട് പറയുമ്പോ ഈ സന്ദേശത്തെ, ഈ ദൈവരാജ്യ സന്ദേശത്തെ മനുഷ്യർ കാണാതിരിപ്പാൻ പിശാച് എന്ത് ചെയ്യുന്നറിയാമോ? ഓരോ സമയത്തും ഇതാ പല പല സന്ദേശങ്ങൾ കൊണ്ട് മറക്കുന്നു. മറ്റുള്ളവരുടെ ഇടയിൽ ലോകം കൊണ്ട് മറയ്ക്കുന്നു. മനുഷ്യമക്കളുടെ ഇടയിൽ ലോകം നേടുക. കർത്താവ് പറഞ്ഞു, അങ്ങനെ നീ സകല ലോകവും നേടിയിട്ട് നിന്റെ ജീവനെ കളഞ്ഞാൽ നിനക്ക് എന്താണ് പ്രയോജനം? എന്നാൽ വിശുദ്ധന്മാരുടെ ഇടയിൽ അവൻ എന്ത് ചെയ്യുന്നറിയാമോ? ഭക്തിപൂർവമായ മറ്റൊരു തന്ത്രമാണ് കൊണ്ടിടുന്നു. ആ തന്ത്രത്തിൽ പെട്ട ഒരു സന്ദേശമാണ് ബൈബിളിൽ ഇല്ലാത്തൊരു സന്ദേശം കൊണ്ട് ഇതാ നമ്മളെ വെറും വിഡ്ഢികളാക്കാൻ ശ്രമിക്കുകയാണ്. ആ സന്ദേശം കഴിഞ്ഞ നാൾ നമുക്ക് കിട്ടുന്നതാണ്. യേശുവാണ് ദൈവം, യേശുവിനെ ആരാധിക്കുക. ആ സന്ദേശം കൊണ്ട് നിങ്ങൾ മറിച്ച് ഇതാ വേറെ സന്ദേശം കൊണ്ട് മറിച്ചതുണ്ടോ? ദൈവഷ്ടം കാണാൻ പറ്റുന്നുണ്ടോ? ദൈവഷ്ടം കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് ദൈവിഷ്ടം. പപ്പ നമ്മളോടുകൂടെ താമസിക്കാൻ വരുന്നു. പിതാവായ ദൈവം നമ്മളോടുകൂടെ താമസിക്കാൻ വരുന്നു. ഇതാണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ ഒരുങ്ങണം, നീ മാനസാന്തരപ്പെടണം. അങ്ങനെ മാനസാന്തരപ്പെട്ടാൽ ഭൂമിയുടെ ഭരണം നിനക്ക് തരുവാൻ നിന്റെ അപ്പൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ഈ സന്ദേശം യേശുക്രിസ്തു ഉയർത്തി കാണിക്കുമ്പോ, ഇതാ ആ പിതാവിനെ, അദൃശ്യനായ പിതാവിനെ ഉയർത്തി കാണിക്കുമ്പോ ദൈവത്തിന്റെ വചനം പറയുന്നു, പിതാവിനെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. തന്റെ മാറിലിരിക്കുന്ന പുത്രൻ ദൈവത്തെ വെളിപ്പെടുത്തുന്നു. അങ്ങനെ വെളിപ്പെടുത്തുമ്പോ പിശാച് വേറെ സന്ദേശവുമായിട്ട് അകത്ത് കയറി ആ സന്ദേശം വീണ്ടും കൊണ്ടുവന്നാട്ടെ, ഇതാ യേശുവാണ് ദൈവം, യേശുവിനെ ആരാധിക്കുക എന്നാണ് പറഞ്ഞു പോയത്. ദൈവ ഇഷ്ടം മറച്ചു കളയുക. ഇത് ജനത്തിന് വളരെ സൗകര്യമായിട്ട് തോന്നി. കാരണം തങ്ങളുടെ ഭൂമിയിലെ ആവശ്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കുമല്ലോ, യേശുവിനെ ആരാധിച്ചങ്ങ് നടത്താമല്ലോ എന്ന ചിന്തയില് ജനം ഇതിന് പിന്തുടർന്ന് മുന്നോട്ടേക്ക് പോയി. പ്രശ്നങ്ങളില്ലാത്ത വ്യക്തികളില്ല, എല്ലാവർക്കും വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോ ഈ യേശുവിനെ ആരാധിച്ചാൽ പരിപാടി അങ്ങ് നടക്കും എന്നൊരു സന്ദേശം ഇട്ടുകൊടുത്ത് ജനത്തെ അവിടെ പിടിച്ചു കെട്ടി പിശാച് ഇന്നും സർവ്വലോകവും പിശാചിന്റെ ഭരണത്തിന്റെ കീഴിലിരിക്കുന്നു. ഈ ദൈവ ഇഷ്ടം ഇന്ന് ജനം കാണുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ദൈവ ഇഷ്ടത്തെ നിങ്ങൾക്ക് കാണിച്ചു തരിക എന്നുള്ളതാണ് എന്റെ ഡ്യൂട്ടി. അത് കഴിഞ്ഞാൽ ഈ ദൈവ ഇഷ്ടത്തിൽ നിങ്ങൾ നിൽക്കണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹവും എന്റെ ആഗ്രഹവും. പക്ഷെ അവനവന്റെ ഇഷ്ടം വേണോ വേണ്ടേ? യേശുവിനെ കർത്താവായി നാം സ്വീകരിക്കും, യേശുവിനെ നാം അനുഗമിക്കണം. ഇതിലൂടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്, ഇതിലൂടെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷേ ഏത് കാര്യം നടക്കണം? ഈ ദൈവ ഇഷ്ടം നടക്കണം. ഇതുകൊണ്ടാ കർത്താവ് തന്റെ ന്യായാസനത്തിന് മുമ്പ് നിൽക്കുന്ന ജനത്തോട് പറയുന്നത്, എന്നെ കർത്താവെ കർത്താവ് എന്ന് പറയുന്നവനല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യാവകാശം. നിങ്ങൾ വായിച്ചിട്ടില്ലോ മക്കളെ? നിങ്ങളുടെ ഹൃദയ കണ്ണ് കുരുടായി പോയതാണ്. Oh Lord, I love you. Oh Father, I thank you. വായിക്കാത്തവർ ഒന്ന് വായിച്ചു, കേട്ടിട്ട് അറിവില്ലാന്ന് വേണ്ട. നാം എല്ലാ ക്രിസ്തുവിന്റെ ന്യായാസനവുമായി കേട്ടി വരും.
കാരണം പുത്രനാണ് എല്ലാവരെയും ന്യായം വിധിക്കുന്നത്. പിതാവാണ് ന്യായാധിപൻ. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു, പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ എല്ലാവരും പുത്രനെ ബഹുമാനിക്കുവാൻ പിതാവ് ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. അവനവ ശരീരത്തിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകലും ചെയ്താകലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, മത്തായി 7:21. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനും അല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതാണ് സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കുന്നത്. അപ്പൊ കർത്താവെ കർത്താവിനെ വിളിക്കണം നല്ല കാര്യമാണ്. പക്ഷെ അതല്ല PG പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുന്നത് നല്ലതാ. ഇതല്ല കളക്ടറായാണ് യോഗ്യത എന്ന് പറയുന്നത് പോലെ കർത്താവെ കർത്താവ് എന്ന് വിളിക്കുന്നതല്ല, അത് രക്ഷിക്കപ്പെടുവാനുള്ള യോഗ്യതയാണ്. ആദം വീണ കുഴിയിൽ നമ്മളെ സൗജന്യമായി രക്ഷിക്കുക. പക്ഷെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നടക്കണം. അതെങ്ങനെ നടക്കണം? നമ്മുടെ ശുദ്ധീകരണത്തിലൂടെ നടന്നിട്ട് ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും ഉള്ളവരായി നാം വെളിപ്പെടണം. ഇതെല്ലാം ക്രിസ്തു നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മൾ തിരിച്ചറിയാതെ എങ്ങനെ നാം അവിടെ എത്തിച്ചേരും? പ്രിയ സഹോദരങ്ങളെ, ഇതാ യേശുവിനെ ഉയർത്തുകയോ താഴ്ത്തുകയോ അല്ല ഇവിടെ ചെയ്യുന്നത്. പകരം യേശുവിനെ ഞാൻ ഇപ്പൊ താഴ്ത്തിയാലും, ഇതാ യേശുവിനെ എന്ത് ചെയ്താലും യേശു ക്രിസ്തുവിന് യാതൊരു മാറ്റവുമില്ല. ഞാൻ ഉയർന്നുകൊണ്ട് ഉയരപ്പെടാനോ താഴ്ത്തുകൊണ്ട് താഴെപ്പെടുവാനോ ഉള്ളതല്ല യേശു. ആരെയും ദൈവം നമ്മൾ ആക്കിയതുകൊണ്ട് ആക്കുകയില്ല. അതൊക്കെ നമുക്ക് പുണ്യാളന്മാരൊക്കെ അങ്ങനെ ചെയ്യാം. അവരെ വിശുദ്ധ മതിയായി വിശുദ്ധനായൊക്കെ പ്രഖ്യാപിക്കാം. പക്ഷെ ദൈവത്തെ ആരും ദൈവമായിട്ട് പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല. ദൈവം സ്വയം ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. നമ്മൾ ആരെങ്കിലും പിടിച്ച് ദൈവം ആക്കിയാൽ ആ വ്യക്തി ദൈവം ആകത്തുമില്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ പറയുന്ന സന്ദേശം മനസ്സിലാക്കുക. തെറ്റിപ്പോയ ആ തലത്തിൽ നിന്ന്, പിശാച് നമ്മളെ തെറ്റിച്ച് കളഞ്ഞ തലത്തിൽ നിന്ന് ദൈവം നമ്മളെ തിരികെ കൊണ്ടുവരിക. ആകെ ബുദ്ധിശൂന്യരായി തീരാതെ കർത്താവിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിയും സഭയിൽ. ഇനി ദുഷ്ടന്റെ കണിയിൽ പെടാതെ പ്രിയ സഹോദരങ്ങളെ, കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓലോട് എല്ലാവരും ഇനി ആദ്യം പലപ്പോഴും അവരുടെ ചോദ്യം തോന്നിട്ടുള്ളത്, ഇതിഹാസം പറഞ്ഞല്ലോ, ആദിമ സഭയിൽ നമ്മൾ ഇന്ന് യേശുവിനെ ദൈവമായി ആരാധിക്കുന്നത് പോലെ ആരാധിച്ചിട്ടില്ല എന്ന്. സഹോദരങ്ങളെ, യേശു നമ്മൾ ബഹുമാനം കൊടുക്കണം. എന്റെ വിഷയം അതല്ല. എന്റെ വിഷയം നിങ്ങളെ ദൈവിഷ്ടത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. ആ ദൈവിഷ്ടം ചെയ്തില്ലെങ്കിൽ നമ്മളെ അടച്ച് പുറത്ത് കളയും. നമ്മൾ മത്തായി 7:21 വായിച്ചു. 22-23 അവിടെ അഭിഷിക്തന്മാരുടെ നേരെ അവരെയൊക്കെ അടച്ച് പുറത്തു കളഞ്ഞു. അവര് ചെയ്ത് തെറ്റൊന്നുമല്ല. അവിടെ പറയുന്നത്, കർത്താവ് തിരുനാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുക, തിരുനാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും തിരുനാമത്തിൽ വളരെ വീര്യപ്രതികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ല എന്ന് പലരും ആ നാളെ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാൾ നിങ്ങൾ അറിഞ്ഞിട്ട് അഥവാ പ്രവർത്തിക്കുന്നവർ എന്നെ വിട്ട് പോകുമെന്ന് തീർത്തു പറയാം. അവരെ അടച്ച് പുറത്താക്കി. ആരെ? അഭിഷിക്തന്മാരെ. കർത്താവ് എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. അഭിഷിക്തന്മാരെ പുറത്താക്കി, അടച്ച് പുറത്താക്കി. അവര് നിങ്ങളെ അടച്ചിട്ട് പുറത്ത് കളയുക. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു തലം നമ്മൾ മനസ്സിലാക്കണം. ഗലാത്യർ 4:16 നമ്മളത് പറഞ്ഞു പോയെങ്കിലും വായിച്ചില്ലല്ലോ. അന്നത്തെ വിഷയം പല മെസ്സേജ് കൊണ്ട് ഇതിനെ മറയ്ക്കുന്നത്. അന്നത്തെ വിഷയം യേശു ദൈവമാണ്, യേശുവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞുകൊണ്ടല്ല മറച്ചത്. കാരണം നമുക്ക് വളരെ ഭക്തിയായിട്ട് തോന്നുന്നു ഈ സംഭവം. അന്ന് മറച്ചത് യേശുവിനെ കർത്താവ് സ്വീകരിച്ചു. പക്ഷെ നമ്മൾ ന്യായപ്രമാണം അനുസരിച്ച് പോകണം. കാരണം പുറകിലേക്ക് തിരിയണം. കാരണം അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ദൈവരാജ്യം അന്വേഷിക്കുന്ന വ്യക്തി കലപ്പി കൈവച്ച ശേഷം പിൻപിലേക്ക് തിരിയുന്നത് ദൈവരാജ്യത്തിന് കൊള്ളാവുന്നതല്ല. അപ്പോ ന്യായപ്രമാണത്തിന്റെ കാലം യോഹന്നാൻ വരെ ഉള്ളൂ. അപ്പോ കർത്താവ് യേശു രക്ഷനെ സ്വീകരിച്ചു വീണ്ടും പിൻപിലേക്ക് തിരിഞ്ഞാൽ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നതല്ല. അവൻ ന്യായപ്രമാണത്തിലേക്ക് പോവുക. ഇതായിരുന്നു അന്നത്തെ വിഷയം. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, നിങ്ങൾ സുവിശേഷം അട്ടിമറിക്കാൻ ചിലർ ശ്രമിക്കുകയാണ്. സുവിശേഷം എന്താണ്? സുവിശേഷം
ദൈവത്തിന് ഇഷ്ടമാണ് സുവിശേഷം. ഈ കാണുന്നതാണ് സുവിശേഷം. യേശു പ്രസംഗിച്ച സുവിശേഷം ഈ കാണുന്നതാണ്. പ്രിയ സഹോദരങ്ങളെ, അപ്പൊ യേശു ഈ സന്ദേശം പ്രസംഗിച്ചു. ഇതാ പിതാവായ ദൈവം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ദൈവത്തിന് കൂടാരം മനുഷ്യരുടെ കൂടെ ആകാൻ പോകുന്നു. മനുഷ്യ, അതുകൊണ്ട് നീ മനസ്സാന്തരപ്പെടുക, നീ ഒരുങ്ങുക. മനസ്സാന്തരപ്പെടണമെങ്കിൽ പിശാചിനെ തോൽപ്പിച്ചേ പറ്റൂ. നാം മനസ്സാന്തരപ്പെടാൻ തടസ്സമായി നിൽക്കുന്നത് പിശാചിന്റെ ശക്തിയാണ്. ലോകം, ജഡം, പിശാച്. അതിനെ നാം തോൽപ്പിക്കണം. മനുഷ്യൻ നീ ഒരുങ്ങുക. അപ്പൊ ഈ സന്ദേശം പറയുമ്പോ ന്യായപ്രമാണം പുറയിലുള്ളതാ. യേശു രക്ഷകനെ സ്വീകരിച്ച് പുറയിലേക്ക് തിരിയുക. കലപ്പിക്കാതിന് ശേഷം പുറയിലേക്ക് തിരിയുന്ന ദൈവരാജ്യത്തിന് കൊള്ളാവുന്നതല്ല. ഈ ഒരു പ്രിൻസിപ്പിൾ പിശാച് ഇത് മനുഷ്യന് മനസ്സിലാക്കില്ല. അന്നത്തെ വിഷയം ഇതായിരുന്നു. അന്നത്തെ വിഷയം യേശുവാണ്, യേശുവിനെ ആരാധിക്കുക. അങ്ങനെ ഒരു ചിന്തയെ അന്നില്ല. ആദ്യകാലങ്ങളിൽ അപ്പോസ്തലന്മാരും ആദിമ ചർച്ചിന് അങ്ങനെ ഒരു വിഷയമേ ഇല്ല. അവർ യേശുവിനെ കർത്താവായി അംഗീകരിച്ചു, ദൈവത്തിന്റെ ദാസനായി അംഗീകരിച്ചു. അവരുടെ പ്രാർത്ഥനകളെല്ലാം പ്രതിഫലിക്കുന്നത് കാണും. അപ്പോ ഹൃദയം നിറഞ്ഞു കാണുന്ന അവരെ സംസാരിക്കുന്നത്. അപ്പോൾ അവരുടെ മനസ്സെന്താണ് നമ്മൾ ചിന്തിച്ചോ. അപ്പൊ ഇവിടെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഗലാത്യർ 4:16-17 എഴുതിയിരിക്കുന്നു, അങ്ങനെ ഇരിക്കെ നിങ്ങളോട് സത്യം പറയാതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ശത്രുവായി പോയത്. പക്ഷെ സത്യം പറയുമ്പോ ജനത്തിന് എന്താ തോന്നണേ? ഇയാള് ഞങ്ങളുടെ വിശ്വാസത്തിന് എതിരെ അല്ല മക്കളെ. ബൈബിളിലെ സത്യവിശ്വാസത്തോടൊപ്പം ക്രിസ്തുവോടൊപ്പം ക്രിസ്തുവിന്റെ അവയവമായി നിങ്ങളെപ്പോലെ ഞാനുണ്ട്. പക്ഷെ ഒറ്റ ചിന്തയേ ഉള്ളൂ, ആ സിംഹത്തിന്റെ പിശാചിന്റെ വായിൽ നിങ്ങളെ പുറത്തെടുക്കണം. സാത്താന്റെ തന്ത്രങ്ങളെ, അവന്റെ വായിൽ വെച്ച തന്ത്രമാണ്. തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. ദൈവത്തിന്റെ വചനം പറഞ്ഞു, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. അറിഞ്ഞേ പറ്റും. അറിയാത്ത എന്റെ സഹോദരങ്ങളെ ദൈവം എന്നിലൂടെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ എന്തെങ്കിലും മഹത്തര കാര്യം ചെയ്യുകയല്ല, ദൈവം നിങ്ങളെ സ്നേഹിച്ചത് ചെയ്തെടുക്കുക. ഇത് നിങ്ങളോട് പറയുമ്പോ ലോകത്തിലെ ഒരു വ്യക്തി ഇത് പറയാൻ ധൈര്യപ്പെട്ട ഞാൻ കണ്ടില്ല. എത്രമാത്രം റിസ്കില് ഞാൻ നിങ്ങളോട് പറയണമെന്നറിയാമോ? പക്ഷെ ഈ യാത്രയിൽ എന്റെ പ്രാണൻ നഷ്ടപ്പെട്ടാലും നിങ്ങളെ ചിലരെ നേടുവാൻ കഴിഞ്ഞാൽ അതാണ് എന്റെ സന്തോഷം, അതാ എന്റെ പ്രതിഫലം. ഹല്ലേലൂയ. ഞാനറിയാം ലോകത്തിലെ വലിയൊരു സമൂഹത്തിന് എതിരെയാണ് ഈ സന്ദേശം കടന്നു വരുന്നത്. പക്ഷേ ദൈവം എന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഭൂരിപക്ഷം ക്രിസ്തയേശുവിൽ എന്നെ സൂക്ഷിക്കുന്ന എന്റെ ദൈവം എന്റെ കൂടെ. I can do all things in Christ which strengthens me. Hallelujah. ഇവിടെ പറയാം, അങ്ങനെ ഇരിക്കെ നിങ്ങളുടെ സത്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ശത്രുവായി പോയി. അവർ നിങ്ങളെ കുറിച്ച് എരിവ് കാണിക്കുന്നത് ഗുണത്തിനായിട്ടല്ല, നിങ്ങളും അവരെ കുറിച്ച് എരിവ് കാണിക്കേണ്ടതിന് അവർ നിങ്ങളെ പുറത്തിട്ട് അടച്ചു കളയിച്ചിക്ക് അത്ര ചെയ്യുന്നത്. പുറത്തിട്ട് അടച്ചു കളയുവാൻ ആ സഭയ്ക്ക് എന്നാ പറ്റി, അല്ലെങ്കിൽ സഭകൾക്ക് എന്ത് പറ്റി? യേശുവിനെ കർത്താവായി സ്വീകരിച്ചവരും അത് അഭിഷേകം പ്രാപിച്ചു ഭൂതങ്ങളെ പുറത്താക്കി, ഇതൊക്കെ നല്ല പ്രവൃത്തിയാണ്. പക്ഷേ കർത്താവിനോട് പറഞ്ഞൊരു കാര്യം, എന്റെ കർത്താവ് എന്ന് പറയുന്നവനല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം. സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടത്തിന്റെ പ്രാധാന്യം മനസ്സിലായോ മക്കളെ? അത് ചെയ്യുന്നവരാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ആധർമ്മം പ്രവർത്തിക്കുന്നവരെ ഗെറ്റ് ഔട്ട്. സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണത്തിലൂടെ ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപവും വരുന്നു. അത് ന്യായപ്രമാണത്തിലൂടെയല്ല ശുദ്ധീകരണം നടക്കുന്നത്, നിയമം അനുസരിക്കുന്നതിലൂടെ അല്ല. നിയമം അനുസരിക്കുന്നതിലൂടെ നമ്മൾ കൂടുതൽ അശുദ്ധരാകാതിരിക്കാൻ സഹായിക്കുന്നു. എന്നാൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലൂടെയാണ് ശുദ്ധീകരണം നടക്കുന്നത്. അതോ പഴയ മനുഷ്യനെ ഒഴിച്ച് പുതിയ മനുഷ്യനെ ധരിക്കുമ്പോഴാണ് നമ്മൾ നടക്കുന്നത്. പഴയവൻ ആദാനുരൂപൻ, പുതിയവൻ ക്രിസ്താനുരൂപൻ. അതിന്റെയൊക്കെ ഡീറ്റെയിൽ www.kingdommessages.com എന്ന വെബ്സൈറ്റിലുണ്ട്. ഒരു ആത്മീക സമൃദ്ധി തന്നെ ദൈവം കൊടുത്തിട്ടുണ്ട്. സൗജന്യമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, കേൾക്കാം, മനസ്സിലാക്കാം. ഹല്ലേലൂയ. അപ്പൊ ഇവിടുത്തെ വിഷയം എന്തായിരുന്നു? ഇവിടുത്തെ വിഷയം വേറൊന്നുമല്ല, യേശു ദൈവമാണ്, യേശുവിനെ ആരാധിക്കുക എന്നുള്ളതല്ല അന്നത്തെ വിഷയം. അന്ന് ഇവരെ ന്യായപ്രമാണത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നത്. ന്യായപ്രമാണത്തിലേക്ക് തിരിച്ചുകൊണ്ട് ഇതാണ് അവിടെ പറയുന്നത്. ഓ ലോർഡ് ഐ ലവ് യു. ഇതാ അവിടെ എഴുതിയിരിക്കുകയാണ്. അവരോട് പറയാം, അതിന്റെ 9-ാം വാക്യം എന്റെ അയൽ പോലെ ഞാൻ വായിക്കാം. അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവജനത്താൽ അവകാശിയും ആകുന്നു. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാത്ത സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞ വിശേഷം ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കെ പിന്നെയും ബലഹീനവും ദരിദ്രവും ആദ്യ പാഠങ്ങളിലേക്ക് പുറകിലേക്ക് പോവുക. ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതിയതായി അടിമപ്പെടുക ഇച്ഛിക്കുന്നത് എന്ത്? നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി ഞാൻ ഭയപ്പെടുന്നു. അവർ വീണ്ടും ന്യായപ്രമാണത്തിലേക്ക് പോയി.
അമാവാസിയിലേക്ക് പോയി. അവർ ദിവസവും കാര്യങ്ങൾ ചെയ്യുക. വീണ്ടും പുറയിലേക്ക് പോയി. അതിനെക്കുറിച്ച് പൗലോസ് ഗലാത്യ ലേഖനത്തിൽ എന്താണ് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ അവർ എഴുതിയിരിക്കുകയാണ്. അതിന്റെ 6-ാം വാക്യം അവരെഴുതിയിരിക്കുക, ക്രിസ്തുവിന്റെ കൃപയാ നിങ്ങളെ വിളിച്ചവനെ വിട്ട്, നിങ്ങളെ വിളിച്ചവനെ ആരാ വിളിച്ച? ദൈവം. നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. വേറൊരു സുവിശേഷം എപ്പോഴും മാറ്റുക. അത് ന്യായപ്രമാണത്തിലേക്ക് പുറകിലേക്ക് പോകും. ഇന്നോ യേശുവാണ്, യേശുവിനെ ആരാധിക്കുക. വേറൊരു സുവിശേഷം ഈ പുസ്തകത്തിലൊന്നും പറഞ്ഞിട്ടില്ല. യേശുവിടെ കർത്താവാണ്. ദൈവം എന്ന് പറയുന്നത് യേശു പറയുന്ന ആരാണോ അതാണ് നമ്മുടെ ദൈവം. യേശു പറയുന്നത് പിതാവായി ഏക ദൈവം. അങ്ങനെയെങ്കിൽ യേശു വിശ്വാസികളായി നമ്മൾ ആരെ അനുസരിക്കണം? ആരെ ഫോളോ ചെയ്യണം? യേശുവിനെ ഫോളോ ചെയ്യണം. ഏകം എന്ന വാക്കിന്റെ അർത്ഥം നാം മനസ്സിലാക്കണം. പക്ഷെ ആ ദൈവ പ്രവൃത്തിയിൽ ആരും കൂടി ഉണ്ട്? യേശുവും കൂടി ഉണ്ട്. യേശുവിലൂടെയാണ് സകലം സൃഷ്ടിച്ചത്. സകലം സൃഷ്ടിച്ചത് അവനിലൂടെ സൃഷ്ടിച്ചു. ദൈവം തന്റെ സൃഷ്ടിയുടെ ആരംഭമായി എന്നെ ഉളവാക്കി. ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവരെ ആരംഭിച്ചു. പ്രിയ സഹോദരങ്ങളെല്ലാം പഴയ സന്ദേശങ്ങളുണ്ട്, നിങ്ങൾ ചെന്ന് കേൾക്കുക. പ്രിയ സഹോദരൻ പറയാണ്, വേറൊരു സുവിശേഷത്താൽ മറച്ചു കഴിഞ്ഞു. അപ്പോ സുവിശേഷത്തെ മറയ്ക്കണമെങ്കിൽ എന്ത് വേണം? പറ. വേറൊരു സുവിശേഷം. സുവിശേഷത്തെ മറയ്ക്കണമെങ്കിൽ വേറൊരു സുവിശേഷം. രണ്ട് സുവിശേഷം പോലെ തന്നെ തോന്നണം. വേറൊരു സുവിശേഷം. ഹല്ലേലൂയ. പക്ഷെ അത് ലക്ഷ്യത്തിൽ നമ്മളെ വ്യതിചലിപ്പിക്കുന്നതാണ്. നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറെ സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അവർ പാപത്തിലേക്കോ കൊലപാതകത്തിലേക്കോ വ്യഭിചാരത്തിലേക്കോ പോയെന്നല്ല, വേറെ സുവിശേഷത്തിലേക്ക് പോകുന്നു. ദുഷ്ടന്റെ ഒരു തന്ത്രമാണ്. എന്നിട്ട് പറയാം അത് വേറെ സുവിശേഷമെന്നല്ല. ചിലർ നിങ്ങളെ കലക്കി. അപ്പൊ ചിലർ അതിന്റെ പുറകിലുണ്ട്. പിശാച് ഉപയോഗിക്കുന്ന ചിലർ അതിന്റെ പുറകിലുണ്ട്. ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറച്ചു കളഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിന്റെ സുവിശേഷം ഏതാ? ക്രിസ്തുവിന്റെ സുവിശേഷം. ക്രിസ്തു 3 വർഷക്കാലം പ്രസംഗിച്ച സുവിശേഷം ക്രിസ്തുവിന്റെ സുവിശേഷം. എന്താ ക്രിസ്തു 3 വർഷക്കാലം പറഞ്ഞത്? ഇതാണ് ദൈവം പറഞ്ഞത്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുക്കുക. ഇന്ന് ജനത്തോട് പോയി ചോദിക്കാമോ? ദേവദാസന്മാരോട് പോയി ചോദിക്കാമോ? ക്രിസ്തു 3 വർഷക്കാലം പ്രസംഗിച്ചത് പറയുന്നത് വളരെ വിരളം. ഒരു കൊച്ചു ശതമാനം പറഞ്ഞാൽ അവർക്കായി സ്തോത്രം. അല്ലാത്തൊരു പറയും ക്രിസ്തുവിലെല്ലാം ഉണ്ടല്ലോ, ക്രിസ്തു വചനമല്ലയോ ബ്രദറെ, നമ്മുടെ പ്രശ്നമെല്ലാം രക്ഷിക്കപ്പെടുകയല്ലോ ബ്രദറെ. സഹോദരങ്ങൾ, ഇതൊന്നുമല്ല സുവിശേഷം. ക്രിസ്തു 3 വർഷക്കാലം പ്രസംഗിച്ച ആ സംഭവമാണ്. പിതാവായ ദൈവം നമ്മളോട് താമസിക്കാൻ വരുന്നു. ഇതാ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മനുഷ്യ, നീ മാനസാന്തരപ്പെട്ട നിനക്ക് തരുവാൻ നിന്റെ അപ്പൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. അവസാനം ബൈബിൾ അവസാനിക്കുന്നത് സുവിശേഷം തന്നതുകൊണ്ടാണ്. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ, ദൈവം മനുഷ്യരോട് താമസിക്കും. ഇതിനെ ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞേ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. എവിടെ? എങ്ങനെ? അങ്ങയുടെ തിരികെ സ്വർഗത്തിൽ എന്നപോലെ ഭൂമിയിൽ നിറവേറണമേ. ഹല്ലേലൂയ. അതിന്റെ നിവൃത്തിയാണ് ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട്, ദൈവം മനുഷ്യരോട് താമസിക്കും. ഇതിനെ ക്രിസ്തുവിനോട് അന്വേഷിക്കും. ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കത്തില്ലെന്നേ. കാരണം ഇതിനെയൊക്കെ ഇതുകൊണ്ടൊക്കെ മറച്ചുപോയി. യേശുവാണ് ദൈവം. യേശുവിനെ ആരാധിക്കും. കഴിഞ്ഞ സന്ദേശങ്ങൾ ആരോ ചോദിച്ചു, എന്തുകൊണ്ടാണ് ക്രിസ്തീയ സഭകളിൽ ഈ പ്രാർത്ഥിക്കുന്നത് വിലക്കുന്നത്? ഹല്ലേലൂയ. ദൈവം അനുവദിക്കാൻ വരുന്ന സന്ദേശങ്ങളിൽ അതിന്റെ മറുപടി നിങ്ങൾക്ക് കിട്ടും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ക്രിസ്തു പറയാണ് വീണ്ടും, പ്രാർത്ഥിക്കാൻ മാത്രമല്ല, നിങ്ങൾ അന്വേഷിക്കുക. മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക. ഈ ഒരു സന്ദേശം ഇവിടെ നിങ്ങളുടെ ഹൃദയത്തിലും ഭൂമിയിലും എത്തുവാൻ നിങ്ങൾ അന്വേഷിക്കുക. അതിനെക്കുറിച്ച് അന്വേഷിച്ചാൽ നിങ്ങൾ കണ്ടെത്തും. ഈ ഒരു സന്ദേശത്തെ, ദൈവത്തിന്റെ ഇഷ്ടത്തെ മറയ്ക്കുവാൻ, സുവിശേഷത്തെ അട്ടിമറിക്കുവാൻ, ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകൾ സുവിശേഷത്തെ അട്ടിമറിക്കുന്ന ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകൾ സമൃദ്ധമായി കിടക്കുക. അതിന് പകരം വേറെ ഒന്ന് ഇട്ടുകൊടുത്തിരിക്കുക. ഈ സന്ദേശത്തിന് പകരം വേറെ ഒന്ന് ഇട്ടുകൊടുത്തിരിക്കുക. അതാണ് എല്ലാവരും പറയാൻ സമയമുണ്ടോ നോക്കട്ടെ. ഈ സന്ദേശത്തിന് വേറെ ഒന്ന് ഇട്ടുകൊടുത്തിരിക്കുക. ഇപ്പൊ നിങ്ങളുടെ ഉള്ളിൽ സുവിശേഷം എന്ന് പറഞ്ഞാൽ വളരെ പലരുടെ ഉള്ളിൽ കയറി വന്നൊരു സംഭവമുണ്ട്. ദാവീദിന്റെ പുത്രനായി ജനിച്ച് മരിച്ചുയർത്തെഴുന്നേറ്റ് യേശുവാണ് ഞങ്ങളുടെ സുവിശേഷം. പ്രിയ സഹോദരങ്ങൾ, യേശു നമുക്ക് സുവിശേഷം തന്നെയാ. പക്ഷെ നിങ്ങളിപ്പോ ഹൃദയത്തിൽ ചിന്തിച്ച വചനമില്ലേ, ആ വചനം ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക്, അത് അങ്ങനെയൊന്നും അല്ല. യേശു നമുക്ക് സുവിശേഷം തന്നെയാ. യേശുവിലൂടെ അല്ലാതെ നമുക്ക് പിതാവിലേക്കുള്ള വഴിയില്ല.
പക്ഷെ അത് യേശുവിന്റെ സുവിശേഷത്തെ മറക്കുന്ന, ഈ ദൈവരാജ്യ സുവിശേഷത്തെ മറക്കുന്ന, യേശു 3 വർഷക്കാലം പ്രസംഗിച്ച സുവിശേഷത്തെ മറക്കുന്ന ഒരു ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കാണ്. ഇംഗ്ലീഷ് അറിയാവുന്നവരൊന്ന് അന്വേഷിക്കും, നോക്കാം. KJV, ASV ഇതിന്റെ ട്രാൻസ്ലേഷൻ വെച്ച് നോക്കാം. പൗലോസ് തന്റെ അരുമ ശിഷ്യനായ തിമോത്തിയോസിനെ ഉപദേശിക്കുകയാണ് അതിലൂടെ. തിമോത്തിയോസെ, എന്നെ പോലെ നല്ല ഭടനായി ഇതാ നീ കഷ്ടം സഹിക്കുമ്പോ ഞാൻ പ്രസംഗിച്ച സുവിശേഷം അനുസരിച്ച് അതിൽ പറഞ്ഞിട്ടുള്ള ദാവീദിന്റെ പുത്രനായ യേശുവിനെ നീ ഓർക്കണം. അങ്ങനെ നിനക്ക് അതിലൂടെ കടന്നു പോകാൻ കഴിയും എന്നാ അവിടെ പറഞ്ഞത്. അല്ലാണ്ട് മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശുവാണ് സുവിശേഷം എന്നല്ല അവിടെ പറഞ്ഞത്. യേശു മരിച്ചു ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ യേശു സുവിശേഷം പ്രസംഗിച്ചു. നമ്മളിന്ന് മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ സുവിശേഷമായി പറയുന്നു. തീർച്ചയായും യേശു സുവിശേഷം തന്നെയാണ്. നിങ്ങളത് കാര്യം ശ്രദ്ധിച്ചോണം. മർക്കോസ് 1:15 യേശു പറയാണ്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കും. തന്റെ ആദ്യ പ്രസംഗം. നിങ്ങൾ ബൈബിൾ അങ്ങനെ തന്നെയല്ലേ? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കും. ഏത് സുവിശേഷത്തെ കുറിച്ച് യേശു പറയുന്നു? താൻ ഇതുവരെ മരിച്ചു ഉയർത്തുന്ന യേശു അല്ലേ സുവിശേഷം വാക്യം പ്രകാരം. താൻ ഇനിയും മരിക്കാൻ 3.5 വർഷം ഇരിക്കുന്നു. അപ്പൊ സുവിശേഷം ഇനി ഉണ്ടായിട്ടില്ല ഇതുവരെ, സുവിശേഷം ഉണ്ടാകാൻ പോകുന്നതേ ഉള്ളൂ നമ്മുടെ കണക്ക് പ്രകാരം കേട്ടോ. ഇനി 3.5 വർഷം കഴിഞ്ഞ സുവിശേഷം ഉണ്ടാവുകയും മരിച്ചു ഉയർത്തേക്കണ്ടേ. പക്ഷെ അതിന് 3.5 വർഷം വരെ യേശുവിടെ സുവിശേഷം പ്രസംഗിച്ചു. ഇതാണ് യേശു പ്രസംഗിച്ച സുവിശേഷം, ദൈവ ഇഷ്ടം. അതെന്തിന്റെ സുവിശേഷമാ? മർക്കോസ് 1:14 പറയുന്നു, യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ, ദൈവം നമ്മളോടുകൂടെ താമസിക്കാൻ വരുന്നതിന്റെ, ദൈവത്തിന്റെ ഭരണത്തിന്റെ സുവിശേഷം യേശു പ്രസംഗിച്ചു. ഇതാ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. ഇവിടെ പറയാം, നമ്മളതിലേക്ക് കടന്നു വരും. ഇവിടെ പറയുന്ന ക്രിസ്തുവിന്റെ കൃപ നിങ്ങളെ വിളിച്ചവരെ പറ്റി ഇത്ര കാര്യത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് നമ്മൾ അറിയുന്നതാണ് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷമൊന്നല്ല. നിങ്ങളെ കലയ്ക്ക് ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളയിച്ചിരിക്കുന്നു. ക്രിസ്തു 3.5 വർഷക്കാലം പ്രസംഗിച്ച സുവിശേഷത്തെ മറിച്ചു കളയണം. അതാണ് അന്ന് ന്യായപ്രമാണത്തിലേക്ക് തിരിച്ച് യഹൂദന്മാരെ മറയിപ്പിക്കാൻ ശ്രമിച്ചത്. ഇന്ന് യേശുവാണ് ദൈവം, യേശുവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മറപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്റെ വിഷയം അതല്ല. എന്റെ വിഷയം നിങ്ങളെ ദൈവത്തിൽ നിർത്തുക എന്നുള്ളത്. ഇനിയിപ്പോ പറഞ്ഞ സ്ഥിതിക്ക് ഈ ഭാഗങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. 2 തിമോത്തി 2-ാം അധ്യായം 9-ാം വാക്യം. ഇംഗ്ലീഷിലും മലയാളത്തിലും വ്യത്യാസം ഉണ്ടെന്ന് തോന്നണം. 8-ാം വാക്യം മുതൽ വായിക്കും. 7-ാം വാക്യം മുതൽ വായിക്കും. അവിടെ പറയുന്ന തിമോത്തിയോട് പറഞ്ഞു കൊടുക്കുകയാണ് പൗലോസ് അപ്പോസ്തലൻ, ഞാൻ പറയുന്നത് ചിന്തിച്ചു കൊള്ളുക. കർത്താവ് സകലത്തിലേക്ക് പുതിയ വരുമല്ലോ. ഇതിനു മുമ്പുള്ള ഭാഗം വായിച്ചു നോക്കണം കേട്ടോ. കഷ്ടസഹിക്കുന്നതിനെ കുറിച്ച് അവിടെ പറയുന്നു. സകലത്തിലൂടെ കാര്യങ്ങൾ നേടണം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാവുന്നു എന്റെ സുവിശേഷം. അത് അറിയിക്കുന്നത് ഞാൻ ദുഷ്ടപ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ട സഹിക്കുന്നു. ദൈവവചനത്തിന് ബന്ധനമില്ല. അപ്പൊ അപ്പുറം കഷ്ടത്തെ കുറിച്ചാണ് പറയുന്നത്. അതിനിടയിൽ ഇതാവുന്നു എന്റെ സുവിശേഷം. അങ്ങനെയല്ല സഹോദരങ്ങളെ, ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കാ. യേശു തീർച്ചയായും നമുക്ക് സുവിശേഷം തന്നെയാ. പക്ഷെ ഇവിടെ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കാ. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദിസ് ഈസ് മൈ ഗോസ്പൽ എന്നല്ല. ഇംഗ്ലീഷ് അറിയാവുന്നവരെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് അതിന്റെ അപ്പുറവും ഇപ്പുറവും ഇതാ KJV, ASV ബൈബിൾ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. എല്ലാം Father, we thank you. നിങ്ങൾക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. എല്ലാം അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? ഞാൻ KJV വായിക്കാം. Remember that Jesus Christ of the seed of David was raised from the dead according to my gospel. This is my gospel എന്നല്ല. This is my gospel. അതിന്റെ അർത്ഥം ഇതാവുന്ന എന്റെ സുവിശേഷം. According to my gospel ഞാൻ എന്റെ സുവിശേഷം അനുസരിച്ച്, മറ്റൊന്ന് പറഞ്ഞാൽ ഞാൻ പ്രസംഗിച്ച സുവിശേഷം അനുസരിച്ച്.
എന്താണ് ഞാൻ പ്രസംഗിച്ച സുവിശേഷം? യേശു പ്രസംഗിച്ച അതേ സുവിശേഷം അറിയിച്ചു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി 20:25 പറഞ്ഞത്, നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എന്റെ മുഖം നിങ്ങൾ ഇനി കാണത്തില്ല. അപ്പൊ ദൈവരാജ്യത്തെ പറഞ്ഞിട്ട്, യേശു സുവിശേഷത്തെ പറഞ്ഞിട്ട് ക്രൂശിക്കപ്പെട്ട യേശുവിനെയും അറിയിച്ചു. ആ ക്രൂശിക്കപ്പെട്ട യേശു മാത്രമാണ് ആ ദൈവരാജ്യത്തിലേക്കുള്ള വഴി. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറയാണ്, remember that Jesus Christ of the seed of David was raised from the dead according to my gospel. എന്റെ സുവിശേഷം അനുസരിച്ച്. Hallelujah. Wherein I suffered trouble as an evil doer, even unto bonds, but the word of God is not bound. എന്റെ നീ കഷ്ടത്തിലൂടെ, അതിന്റെ സന്ദേശം, നീ കഷ്ടത്തിലൂടെ കിടക്കുമ്പോ ഞാൻ ഇവിടെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുക. നീ കഷ്ടത്തിലൂടെ കിടക്കുമ്പോ എന്റെ ശിഷ്യനായ തിമോത്തിയോസേ, ഇതാ എന്റെ സുവിശേഷത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ദാവീദിന്റെ പുത്രനായി ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് യേശു ഇല്ലയോ, ആ യേശുവിനെ ഓർക്കണമെന്നാ പറഞ്ഞു. പിശാച് ഇതിനെ തിരിച്ചിട്ട് ഒരു വാക്ക് ഇവിടെ ഇതേപോലെ ട്രാൻസ്ലേഷനിലേക്ക് കൊണ്ട് ഇട്ടു. അത് നമ്മളങ്ങ് അട്രാക്ട് ചെയ്യിപ്പിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അതുകൊണ്ട് യേശുവിന്റെ സുവിശേഷത്തെ മറച്ചു. ഇത് ഈ യേശു പ്രസംഗിക്കുന്ന ഈ സുവിശേഷം കട്ടിതാട്ടമല്ല, യേശു പ്രസംഗിക്കുന്ന സുവിശേഷം, പ്രിയ സഹോദരങ്ങളെ, യേശു പ്രസംഗിച്ച ഈ സുവിശേഷം ഇത് നമ്മുടെ ഹൃദയങ്ങളില്ലാതെ പോയി. സുവിശേഷം ദൈവശക്തി, ആളെ മാറ്റുന്ന ദൈവശക്തി. വരുംകാല കാലങ്ങളിൽ പ്രിയ സഹോദരങ്ങളെ, വമ്പൻ പ്രതികൂലങ്ങൾ വരുമ്പോ ജയിക്കുവാനുള്ള ശക്തി നിങ്ങൾക്ക് തരുന്നത് ഈ സുവിശേഷം. Oh Lord, I love you. Father, we thank you. Oh Lord, I love you. അനേക ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകൾ ഇട്ടിട്ട് അത് ഇങ്ങനെയുള്ള ക്രിട്ടിക്കൽ വേർഡിലെ പിശാച് കൊണ്ട് അത് ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ആദ്യ നൂറ്റാണ്ടിലെ ആ വചനത്തിന്റെ പ്രാക്ടീസ് എങ്ങനെയായിരുന്നു നമുക്ക് നോക്കിയാൽ, എന്നിട്ട് നമുക്ക് ഇന്നത്തെ പദ്ധതി ക്ലോസ് ചെയ്യാം. ആദ്യത്തെ നൂറ്റാണ്ടിൽ എങ്ങനെയായിരുന്നു ചെയ്തത്? ആദ്യ നൂറ്റാണ്ടിൽ, ഓ ലോർഡ് ഐ ലവ് യു, ലോർഡ്, അപ്പോസ്തലപ്രവൃത്തി 3:13 ആദ്യമ ക്രിസ്ത്യൻ, ഫസ്റ്റ് ക്രിസ്ത്യാനിറ്റിയാണ്. അവരുടെ മനസ്സ് എങ്ങനെയായിരുന്നു? അവരുടെ മനസ്സ് യേശുവിനെ ആരാധിക്കുക അങ്ങനെ വല്ല ആയിരുന്നു? അങ്ങനെ അന്നത്തെ കാലത്ത് ഈ സംഭവമേ ഇല്ല. ഇത് ഇടയ്ക്ക് കയറി വന്നതാ. വിശ്വപോലോസ് പറയുന്നത്, ഞങ്ങൾ പോയ ഉടനെ കൊടിയെ ചെന്നായിക്കളമെന്ന്. അപ്പോസ്തലപ്രവൃത്തി 20:29 കൊടിയെ ചെന്നായിക്കളെന്ന് ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചൊഴിക്കുവാൻ വിപരീത ഉപദേശം പ്രസ്താവിക്കും. തങ്ങളുടെ പിന്നാലെ. അതുകൊണ്ടാണ് അനേക ഡിനോമിനേഷൻ കയറി വന്നു. യേശുവിന്റെ നാമത്തിൽ അനേക ഡിനോമിനേഷൻ. ആദ്യം അപ്പോസ്തലന്മാരുടെയും ആദ്യമ ചർച്ചയുടെയും പ്രാക്ടീസ് എന്താണ്? ജസ്റ്റ് അത് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ അപ്പോസ്തലപ്രവൃത്തി 3 മുതൽ നിങ്ങൾ മൊത്തം വായിക്കുക. എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുക, അപ്പോ അപ്പോസ്തലന്മാർ എന്തായിരുന്നു ചിന്തിച്ചോണ്ടിരുന്നത്? യേശുവിന് അവരുടെ ഹൃദയത്തിലുള്ള സ്ഥാനം എന്ത്? പിതാവായ ദൈവത്തിന് അവരുടെ ഹൃദയത്തിലുള്ള സ്ഥാനം എന്ത്? നിങ്ങൾ ചിന്തിക്കുക. ഇതിൽ ഒരു ഉത്തരം ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഞാൻ അതിനെ ചൂണ്ടിക്കാണിക്കുന്നതേ ഉള്ളൂ. ഇതാ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ട് വന്നു. അവരെ പത്രോസ് യോഹന്നാൻ സൗഖ്യമാകുന്ന രംഗം നിങ്ങൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അവിടെ പറയുന്നുണ്ട്, വെള്ളിയും പോലും എനിക്കില്ല, എനിക്കുള്ള നിനക്ക് തരുന്നു. നസറായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കായിരുന്നു. യേശു നമ്മുടെ തലയാണ്, യേശു നമ്മുടെ കർത്താവാണ്, യേശു നമുക്ക് സൗഖ്യമുണ്ട്, ശക്തിയുണ്ട്. അവൻ കുതിച്ചെഴുന്നേറ്റതാണ്. ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് അവരോട് കൂടി ദേവാലയത്തിൽ കണ്ടു. അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെ കണ്ടു. ഇനി താഴേക്ക് വായിക്കുമ്പോ അവിടെ പറയാണ്, ജനം ഇവരെ ഭയങ്കര അതിശയത്തോടുകൂടി നോക്കുകയാണ്. അപ്പൊ ഉടനെ തന്നെ അവര് പറയുന്നൊരു കാര്യമുണ്ട്. ഇത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറയുന്നത്, ഇസ്രായേൽ പുരുഷന്മാരെ, നിങ്ങൾ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവരെ നടക്കുമാറാക്കിയെന്ന് പറയാൻ ഞങ്ങൾ ഉറ്റുനോക്കുന്നത് എന്ത്? ശ്രദ്ധിച്ചോളൂ, ഇവരുടെയൊക്കെ വാക്ക്, അന്നത്തെ ക്രിസ്ത്യാനികളുടെ വാക്ക് ശ്രദ്ധിച്ചോളണം. അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം അവരെങ്ങോട്ടൊക്കെ തിരിയണേ? എബ്രാഹിമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവം, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി. ശ്രദ്ധിച്ചേ, അപ്പോസ്തലന്മാരുടെ ഇതെല്ലാം അപ്പോസ്തലന്മാർ ഈ 3.5 വർഷം യേശുവിനോടുകൂടെ ജീവിച്ചിട്ട് യേശുവിന്റെ മരണത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒക്കെ സാക്ഷികളായിട്ടും അവരുടെ മനസ്സൊന്ന് ശ്രദ്ധിച്ചേ,
അഭിഷേകം പ്രാപിച്ചിട്ടും ആദ്യം അപ്പസ്തലന്മാരുടെ മനസ്സൊന്ന് ശ്രദ്ധിച്ചേ. ഹൃദയം നിറഞ്ഞു കവിഞ്ഞാണ് അവരെ സംസാരിക്കുന്നത്. അവിടെ പറയണം, എബ്രഹാമിന്റെ ഇസാക്കിന്റെ യാക്കോബിന്റെ ദൈവമായി നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ തിരിച്ച പീലാത്തോസിന്റെ മുമ്പിൽ വെച്ച് തള്ളി പറയുകയും ചെയ്തു. പരിശുദ്ധ നീതിമാനുമായവനെ നിങ്ങൾ തള്ളി പറഞ്ഞു, കൊലപാതകനെ വിട്ടുതരണം എന്ന് ചോദിച്ചു. ജീവൻ നായകനെ കൊന്നു കളഞ്ഞു. അവൻ എഴുതിയിരിക്കുക, അവനെ ദൈവം മരിച്ചവരെന്ന് എഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. സാക്ഷികളായ ആളുകളാണ് പറയുന്നത്. അവനെ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. താഴേക്ക് നിങ്ങൾ മുഴുവൻ വായിക്കുക. സമയമില്ലാത്തത് കൊണ്ട് അങ്ങോട്ടേക്ക് നമ്മൾക്ക് മുന്നോട്ടേക്ക് പോകുന്നില്ല. പിന്നെ ക്രിസ്തുവിൽ സംഭവിക്കുന്ന കാര്യം ഇതാ, താഴെ കഴിയുന്നുണ്ട്. ദൈവമോ ക്രിസ്തു കഷ്ടം അനുഭവിക്കും സകല പ്രവാചകന്മാർ മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. അങ്ങനെ നിങ്ങൾക്ക് പാപങ്ങൾ മാനി കിട്ടേണ്ടതിനെ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ കർത്താവിന്റെ സമൂഹത്തിൽ നിങ്ങൾക്ക് ആശ്വാസകാലങ്ങൾ വരും. നിങ്ങൾക്ക് മുന്നയിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. ഗ്ലോറി. അപ്പോൾ ക്രിസ്തുവിനെ എങ്ങനെയാണ് കാണുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. ഇനി താഴെ എഴുതിയിരിക്കുന്നു, അല്ലെ 22-ാം വാക്യം, ദൈവമായ കർത്താവ് യേശുവിനെ കുറിച്ച് പറയാണ്, നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകൻ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ച് തരുമെന്ന് മോശ നിങ്ങളോട് സംസാരിക്കുന്ന യേശു നിങ്ങളോട് സംസാരിക്കുന്ന സകലത്തിന് നിങ്ങൾ അവന്റെ വാക്ക് കേൾക്കണം. യേശുവിന്റെ വാക്ക് കേൾക്കണം. ആ പ്രവാചകന്റെ യേശു അത് പ്രവാചകനും കൂടെയാണ്, അപ്പസ്തലനും കൂടെയാണ്, രക്ഷകനാണ്, നായകനാണ്, കർത്താവാണ്. ആ പ്രവാചകന്റെ വാക്ക് കേൾക്കാത്ത ഏവനും ജനത്തിന്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടും എന്ന് മോശ പറഞ്ഞുവല്ലോ. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇനിയും താഴെ അടുത്ത 26-ാം വാക്യം, നിങ്ങൾക്ക് ആദ്യമേ ദൈവം തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തരെയും അവനവന്റെ അകൃത്യത്തിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങൾ അനുഗ്രഹിക്കേണ്ടതിനെ അവനെ അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇത്രയും കാലം പ്രിയ സഹോദരങ്ങളെ ഇവരോട് കൂടെ നിന്നിട്ട് ഇവർ യേശുവിനെ വിളിക്കുന്ന പേരെന്താണ്? യേശു ഇവർക്ക് കർത്താവാണ്. ദൈവം എന്ന് അവർ വിളിക്കുന്ന പിതാവായ ദൈവത്തെയാണ്. ഇനി അടുത്തതിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അടുത്ത അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ ഇതാ പത്രോസിനെയും യോഹന്നാനെയും യഹൂദന്മാർ പിടിക്കുകയാണ്, തടവിലാക്കുകയാണ്, വൈകിട്ട് വിട്ടയക്കുന്നത്. വിട്ടയച്ച ശേഷം അവർ ആദ്യമ സഭയിലേക്ക് കടന്നു വരികയാണ്. ഹല്ലേലൂയ. എല്ലാവരും ആദ്യമ സഭയിലേക്ക് കടന്നു വരുമ്പോ അവിടെ പറയുന്ന ഒരു കാര്യം, 4-ാം അധ്യായം അവരെ അതിന്റെ 17-ാം വാക്യത്തില്, എങ്കിലും ജനത്തിന് അധികം പറക്കാതിരിപ്പായി അവർ യാതൊരു മനുഷ്യനോട് ഈ നാമത്തിന് യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് നാം അവരെ തർജ്ജനം ചെയ്യണമെന്നും പറഞ്ഞു. പിന്നെ അവരെ വിളിച്ചത് യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത്, ഉപദേശിക്കുകയും വരുതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾക്ക് യേശുവിന്റെ നാമത്തിൽ സംസാരിക്കണം, യേശുവിന്റെ നാമത്തിൽ ഉപദേശിക്കണം. യേശു മാനവത്തിന്റെ രക്ഷകനാണെന്ന് നാം പറയണം. യേശു പറഞ്ഞതുപോലെ പറയണം, ആ പിതാവിങ്കിലേക്കുള്ള ഏക വഴി ഞാനാണെന്ന് യേശു പറഞ്ഞതുപോലെ നമ്മളും പറയണം. ആ പിതാവിങ്കിലേക്കുള്ള ഏക വഴി യേശു ക്രിസ്തുവാണ് നമ്മളും പറയണം. ഹല്ലേലൂയ. അങ്ങനെ ഏകാത്മാവിനാൽ നമുക്ക് ദൈവത്തിലേക്ക് പ്രവേശനം യേശു സാധിപ്പിച്ചു തന്നു. താൻ മുഖാന്തരം നാം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി. 7:25 യേശു മുഖാന്തരം നാം ദൈവത്തോട് അടുക്കണം. അപ്പൊ യേശുവിനെ പിടിച്ചങ്ങ് ദൈവമാക്കുന്ന പിശാചിന്റെ തന്ത്രം ഉണ്ടല്ലോ, അതിനെ നാം തട്ടിക്കളയണം. എന്നിട്ട് ദൈവ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയണം. നാം ദൈവത്തിന്റെ അടുക്കൽ എത്തണം. ക്രിസ്തുവിൽ നാം ദൈവവുമായിട്ട് ഒന്നായി തീരും. ഈ ഒരു തലം മനസ്സിലാക്കുക. സിംഹത്തിന്റെ വായിൽ പുറത്തിറങ്ങട്ടെ ദൈവജനം. പിശാചേ നീ തകരട്ടെ, നിന്റെ പ്രവൃത്തി തകരട്ടെ. ഇനി അവിടെ യോഹന്നാൻ പറയാണ്, അതിന് പത്രോസ് യോഹന്നാൻ, ദൈവത്തെക്കാളും നിങ്ങളെ അനുസരിക്കുന്ന ദൈവത്തിന്റെ ന്യായമായെന്ന് വിളിപ്പി. ഞങ്ങൾ കണ്ട് കേട്ട് വിളിക്കുന്ന പ്രസ്താവിക്കാതിരിപ്പാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം പറഞ്ഞു. വിസർജോടോ അവരെ അവസാനം വിട്ടയച്ചിട്ട് അവരെ എങ്ങോട്ടേക്ക് വരുന്നതെന്ന് അറിയാം? ആദ്യമ സഭയുടെ അടുക്കിലേക്ക് വരും, അപ്പസ്തലന്മാരുടെ അടുക്കിലേക്ക് വരും. ഇവര് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഈ 3 വർഷം യേശുവിനോട് കൂടിയിട്ടു ഇവര് യേശുവിന് പിതാവായ ദൈവത്തിന്റെ സ്ഥാനം കൊടുത്തു, യേശുവിന് തങ്ങളുടെ കർത്താവിന്റെ സ്ഥാനം കൊടുത്തു. ഇത് നമ്മൾ മാതൃകയാക്കുക. ശ്രദ്ധിച്ച്, ആദിമ സഭയിലേക്ക് കടന്ന് അപ്പസ്തലന്മാരുടെ അടുക്കിലേക്ക് കടന്നു വരിക, ആദിമ സഭയിലേക്ക് കടന്നു വരിക. ഈ സംഭവം കഴിഞ്ഞിട്ട് വിട്ടയച്ച ശേഷം, അതായത് അതിൽ നിന്ന് അവർ വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്നു. ആരാണ് കൂട്ടാളികൾ? മറ്റപ്പസ്തലന്മാരും ആദിമ ക്രിസ്ത്യാനികളും. കൂട്ടാളികളുടെ അടുക്കൽ ചെന്നു. മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞത് എല്ലാം അറിയിച്ചു. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ടു. ആദിമ സഭ, അപ്പസ്തലന്മാരും ആദിമ സഭയും ഒരുമനപ്പെട്ടു. ശ്രദ്ധിച്ചു കേട്ടോ പറയുന്ന കാര്യം.
അവര് നേരെ തിരിഞ്ഞത് ഇങ്ങോട്ടേക്കാണ് ശ്രമിച്ചു, ദൈവത്തോട് നിലവിളിച്ചു. പറഞ്ഞത് ആകാശവും ഭൂമി സമുദ്രവും അവയിൽ സകലം ഉണ്ടാക്കിയ നാഥനെ. അവർ യേശുവിനെ അനുസരിച്ച് പ്രാർത്ഥിക്കുമ്പോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കും. അവർ യേശുവിനെ അനുസരിച്ചു. നമ്മളെ പോലെ അവര് ആ പ്രാർത്ഥന നമ്മൾ കട്ടിന്ന് കളഞ്ഞില്ലേ? അവരാദ്യമേ യേശുവിനെ അനുസരിക്കാനാ പറഞ്ഞു. പിതാവ് പറഞ്ഞു ഇവരുടെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുക്കാനാ പറഞ്ഞു, അല്ല അവനെ ആരാധിക്കാനല്ല. പ്രിയരെ, യേശുവിനെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. അനേക പാട്ടുകള് യേശുവുമായിട്ട് ബന്ധത്തിൽ എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങൾ ആദ്യം കേട്ട പാട്ടും ആ ക്രിസ്താനുരൂപമായി തീരണമെന്ന് നിങ്ങൾ കേട്ട പാട്ട്. പക്ഷെ നമ്മൾ ബൈബിളിലെ സത്യവഴിയിൽ തെറ്റിപ്പോകരുത്. അവൻ എഴുതിയിരിക്കുകയാണ്, അവർ ദൈവത്തോട് നിലവിളിച്ചു, പറഞ്ഞത് ആകാശഭൂമി സമുദ്രഭൂമിയിൽ സകലം ഉണ്ടാക്കിയ നാഥനെ. ജാതികൾ കളയിക്കുന്ന വംശങ്ങൾ വർത്തമാനം നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നു, അധിപതികൾ കർത്താവിന് വിരോധമായും അവന്റെ അഭിഷേകത്തിന് വിരോധമായും ഒന്നിച്ചുകൂടുകയും ചെയ്തിരിക്കുന്നു. 2 സങ്കീർത്തനോട് പറയുന്നത് ആരാണ് കർത്താവ്? പിതാവായ ദൈവം. ആരാണ് ആ കർത്താവിന്റെ അഭിഷേകൻ? കർത്താവായ യേശു ക്രിസ്തു, മിശിഹ. അല്ല, മിശിഹയെ പിടിച്ച് പിതാവായ ദൈവമാക്കിയില്ല. ഇതൊക്കെ ദുഷ്ടന്റെ തന്ത്രങ്ങൾ. ആദ്യമ സഭയെ പ്രാക്ടീസ് ചെയ്തതാണ്. എന്നിട്ട് പറയാണ് കർത്താവിന് വിരോധമായ അവന്റെ അഭിഷേകത്തിന് വിരോധമായി ഒന്നിച്ചുകൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധ അരുളി ചെയ്തവനെ, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന്. ഇവർക്ക് യേശു ആരായിട്ട് അവർ കണ്ടത്? ദൈവത്തിന്റെ ആജ്ഞ നിവർത്തിക്കുന്ന ശരീരമായ ദാസൻ. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവം തലയാണെങ്കിൽ ആ തലയുടെ ഉടലാണ് ക്രിസ്തു. ദൈവത്തിന്റെ സകല സമ്പൂർണ്ണതയെ തലരൂപത്തിലല്ല, ദേഹരൂപത്തിൽ ക്രിസ്തു വസിക്കുന്നു. നമ്മളോ ആ ക്രിസ്തുവിന്റെ ഉള്ളിലാണ്, ക്രിസ്തുവിന്റെ അവയവങ്ങൾ. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പിടിച്ച വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഇതാണ് ദൈവവും നിത്യജീവൻ. എഴുതിയിരിക്കുകയാണ്, നീ അഭിഷേകം ചെയ്ത യേശു എന്നതിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി. അപ്പൊ അവർക്കൊക്കെ യേശു ആരാ? നമ്മൾ ഇന്ന് മാറ്റി പിടിച്ചിരിക്കുക. ആ നീ അഭിഷേകം ചെയ്ത പരിശുദ്ധ യേശുവിന് പകരം യേശുവിനെ എടുത്ത് നീ ആക്കി മാറ്റി. അവിടെയാണ് നമ്മൾ തെറ്റിപ്പോകുന്നത്. ഒരിക്കലും പിതാവിനെ പുത്രനെ കൊണ്ട് മറക്കരുത്. ദൈവരാജ്യത്തെ പുത്രനെ കൊണ്ട് മറക്കരുത്, യേശുവിനെ കൊണ്ട് മറക്കരുത്. യേശു പിതാവിനെ വെളിപ്പെടുത്തുക. പിതാവിന് നാം ബഹുമാനം കൊടുക്കുന്നു, യേശുവിന് നാം ബഹുമാനം കൊടുക്കുന്നു. യേശുവിനെ പിതാവായിട്ടുള്ള ബഹുമാനം കൊടുക്കുന്നു. പിതാവ് ഏകസത്യം ദൈവം, യേശുവോ ആ ദൈവത്തിന്റെ പുത്രനാണ്, നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. പഴയ നിയമം വായിക്കുമ്പോൾ നമുക്ക് കാണാം, ഇസ്രായേൽ ജനം ഇതാ യഹോവയാം ദൈവത്തെ നമസ്കരിച്ചു, യഹോവയാം ദൈവത്തെ നമസ്കരിച്ചു എന്ന് പറയുമ്പോൾ ദാവീദും കൂടെ ഉണ്ട്, ദാവീദ് രാജാവും. അവിടെ പറയുന്നു അവർ ദൈവത്തെയും ദാവീദിനെയും നമസ്കരിച്ചു, ഒരുമിച്ച് നമസ്കരിച്ചു. പക്ഷെ ദൈവത്തിന്റെ നമസ്കാരമല്ല ദാവീദിന് കിട്ടിയത്. ദാവീദിന് കിട്ടിയത് രാജാവ് എന്ന നിലയിലെ നമസ്കാരമാണ് കിട്ടിയെങ്കിൽ ദൈവത്തിന് കിട്ടിയത് ദൈവം എന്ന നിലയിലുള്ള നമസ്കാരം. പക്ഷെ എഴുതിയിരിക്കുന്ന വാക്യം ഒറ്റയ്ക്ക് ദാ അവർ നമസ്കരിച്ചു. ഒരു കുഞ്ഞുങ്ങളെ, നമ്മൾക്ക് ഒരു വീട്ടിൽ അപ്പനുണ്ട്, ചേട്ടനുണ്ട്. അപ്പനെയും ബഹുമാനിക്കും, ചേട്ടനെയും ബഹുമാനിക്കും. ഹല്ലേലൂയ. യേശു ക്രിസ്തു നമ്മുടെ മൂത്ത സഹോദരൻ. അതുകൊണ്ട് കർത്താവ് നമ്മളോട് പറഞ്ഞ്, എന്റെ സഹോദരന്മാരോട് നീ പോയി പറ. നാം ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും ഒരു കുടുംബമാണ്. ആ ഗോഡ് ക്ലാസ്സിലേക്ക് ദൈവം നമ്മളെ മാറ്റിയിരിക്കുക. ഇൻ ദ സ്പീഷ്യസ് ക്ലാസ് വി ആർ ഓൾ തിയോസ്. സ്പീഷ്യസ് ക്ലാസ്, നമ്മളെല്ലാം ദൈവങ്ങളാണ്. കാരണം നമ്മൾ ദൈവത്തിന്റെ കുട്ടി. ആനയുടെ കുട്ടിയെ വിളിക്കുന്നത് ആനയെന്ന് തന്നെ. കുറച്ചുകൂടി ആഴമാ, നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് ഈ സംഭവം. ഹല്ലേലൂയ. സ്പീഷ്യസ് ക്ലാസ് നമ്മളെല്ലാം ആദത്തിൽ മനുഷ്യരാണെങ്കിൽ ക്രിസ്തുവിൽ ദൈവത്തിന്റെ പുത്രന്മാരാണ്, അല്ലെങ്കിൽ ദൈവങ്ങളാണ്. കർത്താവ് യേശു വചനത്തിൽ, സങ്കീർത്തന പുസ്തകത്തിൽ കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ അരുളപ്പാട് കിട്ടിയവനെ തിയോസ് എന്ന്, ദൈവങ്ങളെന്ന്, ഗോഡ്സ് എന്ന് വിളിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാടുമായി വന്ന ഞാൻ ദൈവത്തിനെന്ന് പറഞ്ഞത് കൊണ്ടാണോ നിങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്യും?
സബ്ജക്ട് വേറെയാ, ഞാനിപ്പോ അങ്ങോട്ടേക്ക് പോകുന്നില്ല, ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഹല്ലേലൂയ. ഓ പ്രിയ സഹോദരങ്ങൾ, ഇവിടെ പറയാണ്, കർത്താവേ അവരുടെ ഭീഷണികളെ നോക്കണമേ, സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുകയാലും നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങൾ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടെ പ്രസ്താവിക്കാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. അവർക്ക് പിതാവായിരുന്നു, പുത്രനായിരുന്നു, അവരുടെ കർത്താവായിരുന്നു. അവർ കർത്താവിനെ പിടിച്ച് പിതാവിന്റെ സ്ഥാനത്തെ കൊണ്ടുവച്ചില്ല. ആദ്യ നൂറ്റാണ്ടില് വചനത്തിന്റെ പ്രാക്ടീസ് ആയി കാണുന്നത്. കുഞ്ഞുങ്ങളെ, ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. എന്റെ വിഷയം, ദൈവം എന്നെ ഏൽപ്പിച്ച വിഷയം അതൊന്നുമല്ല. ഈ ദൈവേഷ്ടത്തെ, സുവിശേഷത്തെ മറയ്ക്കുന്ന സന്ദേശം എന്തു തന്നെയാണോ അത് ന്യായപ്രമാണം കൊണ്ട് മറയ്ക്കാൻ ശ്രമിക്കുന്ന ആദ്യ നൂറ്റാണ്ടിലെ പദ്ധതിയാണോ, അതിനുശേഷം കടന്നു വന്ന ക്രിസ്തുവിനെ കൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ സുവിശേഷത്തെ മറയ്ക്കാൻ, ക്രിസ്തു പ്രസംഗിച്ചതിനെ മറയ്ക്കാൻ ആഗ്രഹിക്കുന്ന സന്ദേശമാണോ, ആരായാലും ഏതായാലും അത് പിശാചിന്റെ ഒരു തന്ത്രമാണ്. പിശാച് അലർന്ന സിംഹം പോലെ നിങ്ങൾ വിഴുങ്ങുവാൻ വേണ്ടി ചുറ്റി നടക്കുകയാണ്. എന്നാൽ അവന്റെ വായിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ വിട്ടുവീഴ്ചെടുക്കുകയാണ്. നിങ്ങൾ എന്നെ മാനിക്കണ്ട, അറ്റ്ലീസ്റ്റ് ഈ വചനത്തെങ്കിലും മാനിക്കേ. എന്നിട്ട് അവനവൻ എന്നിലേക്ക് ഒന്നും തരണ്ട, ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കേണ്ട, നിങ്ങൾ ക്രിസ്തുവിലൂടെ ദൈവത്തിങ്കിലേക്ക് തിരികെ പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയാൻ. അവൻ നിങ്ങളെ തോൽപ്പിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും മക്കളെ അവനെ തോൽപ്പിക്കണം. ദൈവം സഹായിക്കട്ടെ. നമുക്ക് കണ്ണിലടയ്ക്കാം. താങ്ക് യു ഡാഡി, താങ്ക് യു. ദുഷ്ടം കെട്ടിയ എല്ലാ കോട്ടകളും ഇടിഞ്ഞ് താഴെ വീഴട്ടെ. ദൈവജന സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. ഇനിയും ഇത് പണിത് കയറ്റാത്ത രീതിയിൽ ദുഷ്ടന്റെ പണികൾ പൊടിഞ്ഞില്ലാതെ ആകട്ടെ. സാത്താന്റെ പ്രവൃത്തികളെ അഴിപ്പാനല്ലോ മനുഷ്യപുത്രൻ ക്രിസ്തു പ്രത്യക്ഷനായി. ആ ക്രിസ്തുവിന്റെ പ്രവൃത്തി ദുഷ്ടന്റെ പദ്ധതിയുടെ മോളിൽ വീണ് ആ പദ്ധതികൾ തകരട്ടെ. ഈശ്വരന്റെ നാമം ഈ ജനസ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ, ജനസ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. Lord, we thank you. We thank you. ദൈവ പദ്ധതിക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു ശുദ്ധീകരണത്തിലൂടെ ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപവും നമ്മളിലേക്ക് കടന്നു വരാൻ ആത്മാവിന്റെ വിശുദ്ധീകരണം എന്റെ ജീവിതത്തിൽ നടക്കണമേ എന്ന് ഓരോരുത്തരും ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. നമുക്ക് അനുവദിച്ച ശ്വാസം ഏതാനും ദിവസങ്ങൾ കൊണ്ട് തീരും. അതിനു മുമ്പ് ഇന്ന് കർത്താവ് എന്ന് വിളിക്കുന്ന ആളായിരിക്കും, നല്ല കാര്യം. സുവിശേഷം അറിയിക്കുന്ന ആളായിരിക്കും, നല്ല കാര്യം. രോഗികളെ സൗഖ്യമാക്കുന്ന, ഭൂതങ്ങളെ പുറത്താക്കുന്ന, പ്രവചിക്കുന്ന അഭിഷേകമുള്ള ആളായിരിക്കും, നല്ല കാര്യം. പക്ഷെ അതിന്റെയൊക്കെ നടുവിൽ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്തു. ആകയാൽ ബുദ്ധിഹീനരാകാതെ ദൈവ ഇഷ്ടം തിരിച്ചറിയുക എന്ന വചനത്തിന്റെ മുമ്പിൽ ആ ദൈവഷ്ടം ഇന്ന് ദൈവം നിങ്ങളെ തിരിച്ചറിയിച്ചു. ബൈബിളിലെ ഏക സന്ദേശം അത് നിങ്ങളെ അറിയിച്ചു. ആ സന്ദേശം നിലകൊള്ളുവാൻ, അതിൽ നിന്നുകൊണ്ട് പ്രവർത്തിപ്പാൻ, ദൈവരാജ്യം അന്വേഷിക്കുക, ദൈവരാജ്യം വരാൻ വേണ്ടി പ്രാർത്ഥിപ്പാൻ, ദൈവരാജ്യം നിങ്ങൾ പോകുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു പോഷിപ്പാൻ യേശു പറഞ്ഞുവെങ്കിലും അതിനെ മറച്ചു കളഞ്ഞുകൊണ്ട് ന്യായപ്രമാണത്തിലേക്ക് തിരിക്കുന്ന സന്ദേശം, യേശുവിനെ ആരാധിക്കുന്നതിൽ മാത്രം ഒതുക്കുന്ന സന്ദേശം, എല്ലാം കൊണ്ട് ദൈവിഷ്ടത്തെ മറക്കുന്ന പിശാചിന്റെ തന്ത്രത്തെ ഇന്ന് ജനം തിരിച്ചറിയുവാൻ അപ്പാ അങ്ങ് ഇടയാക്കിയ നന്ദി. താങ്ക് യു. സമർപ്പിക്കുന്ന മക്കൾക്ക് സ്വകീയ പിതാവേ, ഈ മക്കളെ ഏവരെയും അങ്ങയുടെ കരങ്ങളിൽ അങ്ങ് ഇന്ന് ലോകത്തിലേക്ക് വെളിപ്പെടുത്തിയ അങ്ങയുടെ സത്യത്തിനായി, പിശാചിന്റെ പദ്ധതികളെ തകർത്തെറിയുന്നതിനായി നന്ദിയോടെ അങ്ങയുടെ അത്ഭുത കരങ്ങളിലേക്ക് താഴ്ത്തി, അങ്ങയുടെ അനുഗ്രഹ കരങ്ങളിലേക്ക് താഴ്ത്തി, കൂടെ ഇരിക്കുന്ന കൃപകൾക്കായി നന്ദിയോടെ നല്ല പിതാവേ, നയിച്ചാട്ട ഈ ജനം എല്ലാ സുബോധം പ്രാപിച്ച് അങ്ങിലേക്ക് തിരിയുവാൻ, എല്ലാവരും ദൈവരാജ്യം അവകാശമാക്കുന്നു. ഒരുവനെ പോലും ദുഷ്ടന് കിട്ടാത്ത രീതി എല്ലാവരും ദൈവരാജ്യം അവകാശമാക്കുവാൻ അങ്ങ് ഇടയാക്കി.
കഴിവില്ലാത്തവർ, മനസ്സിലാക്കാൻ കഴിയാത്തവരുണ്ട്. അപ്പൊ അങ്ങ് അവരെ കൈക്ക് പിടിച്ച് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കും. നല്ല ഇടയനായ ക്രിസ്തുവിനെ, അങ്ങ് ഞങ്ങളുടെ നായകനായി, ഞങ്ങളുടെ കർത്താവായ കൂടെ ഉള്ളതിനായി ഞങ്ങൾ അങ്ങനെ ആശ്രയിക്കുന്നു. ഇടറിയിരിക്കുന്ന സഹോദരങ്ങളെല്ലാം ഞങ്ങളുടെ കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കും. പ്രിയ നല്ല പിതാവേ, അവർക്ക് അങ്ങ് സത്യം അറിയുവാനുള്ള കൃപ കൊടുക്കുക. അവരെ സത്യതാൽപരരാക്കി ഞങ്ങളുടെ അത്ഭുത കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ജനത്തിന്റെ സകല ആവശ്യങ്ങളുടെ മേലും ഒന്ന് മഞ്ഞു മഴയും കൂടിയിരിക്കുന്ന കൃപയ്ക്കായി മഹത്വമെല്ലാം ഞങ്ങൾ അംഗീകരിച്ചത് യേശു ക്രിസ്തു നാമത്തിൽ പിതാവേ. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ആ കർത്താവിന്റെ നേതൃത്വത്തിൽ, ആ തലയുടെ കീഴിൽ നമുക്ക് ദൈവിഷ്ടം ചെയ്യാം, നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവങ്ങളെ സഹായിക്കട്ടെ. കേട്ടവരിൽ നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്ന സഹോദരങ്ങളെ, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമേ എന്ന് ഓർപ്പിക്കുകയാണ്. സത്യം അവരും അറിയട്ടെ, സത്യം അവരെയും സ്വതന്ത്രമാക്കട്ടെ. ദുഷ്ടന്റെ പദ്ധതിയിൽ നിന്ന് നമുക്ക് ദൈവജനത്തെ വിടുവിച്ചെടുക്കാം. പ്രൈസ് ദി ലോർഡ്.